സത്യത്തിൽ ആയത്തുള്ള ഖമേനി മരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ആയത്തുള്ള ഖമേനി സുഖമില്ലാതെ ആയിരിക്കുന്നു, സീരിയസ് ആയിട്ട് സുഖമില്ലാതെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറയുക, നമ്മുടെ പുതിയ എന്താ പറയുന്ന മകനെ ആ സ്ഥാനത്തേക്ക് ആരോഹണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആയത്തുള്ള ഖമേനി മരിച്ചു. അത് പക്ഷേ പുറം ലോകത്തോട് പറയാനുള്ള എന്താ പറഞ്ഞ നാണക്കേടും ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ആയത്തുള്ള ഖമേനി മരിച്ചു എന്നുള്ളത് പുറം ലോകത്തെ പറയാൻ മടിച്ചിട്ട്, എന്തായാലും അദ്ദേഹത്തിന്റെ മരണ വാർത്ത പുറം ലോകം അറിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം മരിച്ചു എന്നുള്ളത് പുറം ലോകം എന്തായാലും അറിഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം അദ്ദേഹം മരിച്ചു. ആയത്തുള്ള ഖമേനി തീർന്ന് ഗതം 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 ഗതം. അപ്പോൾ അതെന്തായാലും പുറം ലോകത്തെ ഇന്നല്ലെങ്കിലും ഒരു 10 ദിവസം 2 ദിവസം കഴിഞ്ഞാണെങ്കിലും അവർ അറിയിച്ചേ പറ്റത്തുള്ളൂ. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷേ അത് ഒറ്റയടിക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ആയത്തുള്ള ഖമേനി മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള സകല എന്താ പറയുന്ന തുലുക്കന്മാർക്കും ഭയങ്കര ഇറാൻ പോരാളികൾ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിരുന്നവന്മാർക്കും എല്ലാം വലിയൊരു ചെകിട്ടത്തടിക്കുന്ന അടിയായിട്ട് മാറുന്നത് കൊണ്ട്, വലിയൊരു തീരാ ദുഃഖവും നാണക്കേടുമായിട്ടൊക്കെ മാറുന്നത് കൊണ്ട് ഇവന്മാരുടനെ അതിനെ അയാളുടെ ശവം ഇട്ട് വെച്ചിട്ട്, പണ്ട് മുഹമ്മദിന്റെ ശവം ഇതുപോലെയാണ് സംസ്കരിക്കാതെ 3 ദിവസം എന്ത് ചെയ്തത്, മാറ്റി വെച്ചിരുന്നത്. ഇതുപോലെ ആയത്തുള്ള ഖമേനിയുടെ ശവശരീരവും മാറ്റി വെച്ചിട്ടാണ് ആയത്തുള്ള ഖമേനി സീരിയസ് ആയിട്ടും അസുഖബാധിതനായി അദ്ദേഹം സീരിയസ് ആണ്, അദ്ദേഹത്തിന്റെ മകനെ പകരക്കാരനാക്കാൻ ശ്രമം നടക്കുന്നു എന്നൊക്കെ ഉള്ളത് പറഞ്ഞു പരത്തുന്നത് മുഴുവനും അദ്ദേഹം സത്യത്തിൽ കാലമായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ കൂടെ 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 മനോഹരമായ സന്തോഷം നിറഞ്ഞ വാർത്തകൾ ഇങ്ങനെ ഇസ്രായേൽ തരുന്നത് ഓർക്കുമ്പം നമ്മന്റെ പിള്ളേർക്ക് നമ്മന്റെ പിള്ളേർക്ക് ചിരിക്കാനുള്ള വക കൊടുക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. നമ്മന്റെ പിള്ളകളെല്ലാം തന്നെ കരയാൻ വിധിക്കപ്പെട്ടവരാണല്ലോ തള്ള. അപ്പോൾ എന്തായാലും ഇസ്രായേൽ എന്ന് പറഞ്ഞ പൊളിയ. നിങ്ങൾ തന്നെ ബാഹുല്യൻ ശൈല ചത്തു ആയത്തുള്ള ഖമേനി ഗതം 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 ഗതം. ആയത്തുള്ള ഖമേനി തീർന്നു, പടമായി. ഇനിയിപ്പോൾ യാഹിയ സിൻവാറിന്റെ പടം വെച്ച് പ്രാർത്ഥിച്ചവർക്ക് പോസ്റ്റ് അടിച്ച് എന്നിവര് പോസ്റ്റ് തീരുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഹമാസ് കുഞ്ഞുങ്ങൾക്കും സുഡാപ്പി കുഞ്ഞുങ്ങൾക്കും എല്ലാം പോസ്റ്റ് അടിച്ച് വലിയൊരു ചെലവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സിൻവാറിന്റെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർക്കെല്ലാം ആയത്തുള്ള ഖമേനിയുടെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത്രയേ ഉള്ളൂ. അങ്ങനെ പടമായി ഘടമായി. അതല്ല രസം. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ആയത്തുള്ള ഖമേനി മരിച്ചു എന്ന് പറയാൻ മടിച്ചിട്ട് ഈ ഇറാൻ പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥ നോക്കിക്കൊണ്ടേ ആയത്തുള്ള ഖമേനി സീരിയസ് ആയിട്ട് സുഖമില്ലാതെ സീരിയസ് ആയി കിടക്കുകയാണ്. അതുകൊണ്ട് പകരക്കാരനെ അങ്ങ് എടുക്കുകയാണ്. അവൻ ചത്തു ഭണ്ഡാരം അടങ്ങിയത് കൊണ്ട് പകരക്കാരനെ എടുക്കുന്നു എന്നല്ല, അവന് സുഖമില്ലാതെ കിടക്കും. നാട്ടുകാരുടെ മുമ്പിൽ പറയാൻ പറ്റില്ലല്ലോ. നാണക്കേട്. സിൻവാർ പടമായി എല്ലാവന്മാരും ഇങ്ങനെ പടമായി പോയിക്കൊണ്ടുപോയി ഹീറോ പരിനിവേശം ആർക്ക് കിട്ടിക്കൊണ്ടിരിക്കും? ഇസ്രായേലിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇസ്രായേലിന്റെ എന്താ പറയുന്ന ലീല വി ജോർജ് റീന സത്യമാണ്. സത്യമായ കാര്യമാണ്. ആയത്തുള്ള ഖമേനി പടമായി. ഗതം. ഇനി നമുക്ക് പുതിയ ആയത്തുള്ള ഖമേനിയുടെ മകനെയോ തമ്മിലടി നടക്കുമോ? ഇപ്പൊ തന്നെ അടി നടക്കുമോ അവിടെ ഇറാനില്? ആരാണ് അടുത്ത നേതാവെന്ന് പറഞ്ഞിട്ട്? അതാ രസം. ഇറാനകത്ത് ഇപ്പൊ അടുത്ത നേതാവിനെ ചൊല്ലിയുള്ള അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടര് ആയത്തുള്ള ഖമേനിയുടെ മകനെന്ന് പറയുന്നു, ഒരു കൂട്ടര് പറയുന്നു ഇല്ല പറ്റത്തില്ല വേറെ ആളെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാറിയും തിരിഞ്ഞ് ഇപ്പൊ ഇറാനിനകത്ത് ഖമേനിക്ക് പകരം ആളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഇവിടെ ഹമാസിനാണെങ്കിൽ പറയണ്ട, ഹമാസിനകത്ത് ആരും വരാൻ തയ്യാറല്ല. ഇനി മീഡിയ വണ്ണിന്റെ ദാവൂദ് വന്നാൽ ഒരു വിധം എന്താ പറഞ്ഞ എത്തുമായിരിക്കും. അപ്പൊ ഹമാസിന് ആളെ കിട്ടാനില്ല, ഹിസ്ബുള്ളയ്ക്കും ആളെ കിട്ടാനില്ല. കാരണം അറിയാം നെക്സ്റ്റ് ചാൻസ് ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2, ചെസ് നമ്പർ 3 എന്ന് പറഞ്ഞ് ഇസ്രായേൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെസ് നമ്പർ 1ഉം 2ഉം വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകുന്നവരെല്ലാം പിന്നീട് പടമായി മാറുന്നത് കൊണ്ട് തന്നെ ഇപ്പം ചെസ് നമ്പർ വിളിക്കാൻ ആളൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ആളില്ല. പക്ഷെ ഇറാൻ ദൂരെ കിടക്കുന്നത് കൊണ്ട് എന്തുണ്ട്, ഇറാൻ ഇപ്പം ആയത്തുള്ള ഖമേനിക്ക് പകരമായിട്ട് ആളെ എടുത്തുകൊണ്ടിരിക്കുക. എന്തായാലും ആ പണ്ടാരക്കാലം ചത്തു തുടങ്ങിയല്ലോ, സമാധാനമായി.
ഈ പണ്ടാരക്കാലിനെ കാരണമാണ് എന്ത് ചെയ്യുന്നത്, നാട്ടിലെ സകലമായ ഈ തീവ്രവാദി കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേക്കേണ്ടി വന്നു. ഈ പണ്ടാര കാലമാടൻ, ഈ ആയത്തുള്ള ഹമേനി എന്ന് പറഞ്ഞ പണ്ടാര കാലമാടൻ ഒറ്റൊരുത്തനാണ് ഈ ഹമാസിന് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ച് വിട്ടതും ഹിസ്ബുള്ള തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ച് വിട്ടതൊക്കെ ഈ വൃത്തികെട്ടവനാണ്. അവൻ എന്തായാലും പണ്ടാരം മടങ്ങി കാലമായി, അവൻ കബറിടത്തിലേക്ക് പോയത് എന്തായാലും നന്നായി. നിങ്ങൾ വാർത്തകളിലൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും ആയത്തുള്ള ഹമേനി സുഖമില്ലാതെ കിടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ. പക്ഷെ അങ്ങനെയല്ല. സീരിയസ് ആയിട്ട് അയാൾ മരിക്കാൻ കിടക്കുന്നു, സുഖമില്ലാതെ കിടക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ. പക്ഷെ അങ്ങനെയല്ല. ആയത്തുള്ള ഹമേനി പണ്ടാരം കാലം മാടൻ ചത്തു ഒടുങ്ങി. അവന് പകരം മകനെ എടുക്കാനുള്ള മകനെ പകരക്കാരനാക്കാൻ വേണ്ടി നോക്കുന്നു. കാരണം എന്താ വെച്ചാൽ പുറം ലോകത്തെ പറയാൻ പറ്റില്ല, അയ്യോ ആയത്തുള്ള ഹമേനി മരിച്ചു, ഇസ്രായേലിന്റെ ആക്രമണത്തിൽ അവൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ. അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, സുഖമില്ലാതെ കിടക്കുന്നു എന്നുള്ള വാർത്തകൾ ഇങ്ങനെ പുറം ലോകത്തോട് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാൻ വായെടുത്താലേ കള്ളത്തരമാണ്, അത് വേറെ വിഷയം. കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞു കേട്ടില്ലേ, ഇസ്രായേൽ വലിയ വലിയ ബോംബുകൾ ഇട്ട് അവിടെ 20 സ്ഥലങ്ങൾ മുഴുവനും കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവന്മാര് പറയുകയാണ് ഇസ്രായേൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നാണക്കേടിൽ പറയുന്നത് കണ്ടില്ലേ, ഇസ്രായേൽ ഒന്നും ചെയ്തില്ല. പിന്നെയോ ഞങ്ങളിവിടെ തനിയെ ചില സ്ഫോടനങ്ങൾ സംഭവിച്ചതിന്റെ മാത്രമാണ്, ഇസ്രായേൽ ഒരു മുണ്ണാങ്കടയും ചെയ്തില്ലെന്നാ പറയുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ തള്ളാകു വണ്ടി. സുഹൈൽ SZ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്ന് കമന്റ് ഇട്ടാൽ ഞാൻ സുഹൈൽ SS മറുപടിയൊക്കെ തരാം കേട്ടോ. അല്ലാതെ സുഹൈൽ SS വല്ലവൻ്റെയൊക്കെ പ്രൊഫൈൽ പിക്കൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ചുമ്മാ ഊള കമന്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല. സുഹൈലെ ദയവ് ചെയ്ത് ക്ഷമിക്കുക കേട്ടോ. അപ്പം സുഹൈൽ SS പുതിയ അവസരം, ചാൻസ്, ചെസ് നമ്പർ 1 ചെസ് നമ്പർ 2 എന്ന് പറഞ്ഞ ചാൻസ് തരാം. നീ പോയിട്ട് സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ധൈര്യമായിട്ടൊരു കമന്റ് ഇട്ട് തള്ളിക്കോ. ഓക്കെ, നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഒരു ചാൻസ് കൊടുക്കുമോ? തീർച്ചയായിട്ടും രാഹുലിന് കൊടുക്കണം. രാഹുലിനും മുസ്ലാം സമൂഹത്തിൽ രാഹുലിന്റെ മുതുമുത്തച്ഛനില്ലേ നെഹ്റുവിന്റെ തന്ത, ഗംഗാധരൻ നെഹ്റു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന അയാളൊരു മുസ്ലിമാണ്. നമ്മുടെ ഇസ്രായേലിന് നമ്മുടെ കേരളത്തിലുള്ള പല കോൺഗ്രസ്സുകാരടുത്തും പാർട്ടിയിലെ നേതാക്കന്മാരോടും നിങ്ങൾ ചോദിച്ചു നോക്കിയേ. രാഹുൽ ഗാന്ധി, പിന്നെ മഹാത്മാഗാന്ധിയുടെ ചെറുമകനാ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാർ വരെ ഉണ്ട്. ഏകദേശപ്പെട്ട ആൾക്കാരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ചെറുമോൻ എന്ന് പറഞ്ഞിട്ടാ. കാരണം എന്തുകൊണ്ടാ? ഗാന്ധി കുടുംബം, ഗാന്ധി ഗാന്ധി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടാ. അത് ഈ രാഹുൽ ഗാന്ധിക്കും മഹാത്മാഗാന്ധിക്കും ഒക്കെ എന്ത് ബന്ധമാണെന്നുള്ളത് ഇതുവരയ്ക്കും ഒരു കേരളത്തിലെ ഒരു മനുഷ്യരും സംസാര വിഷയവുമാക്കിയിട്ടില്ല. ആർക്കും ഒട്ടും അറിയത്തില്ല. ഇപ്പോഴും പലരോടും നിങ്ങൾ ചോദിച്ചു നോക്കി, ഇപ്പൊ കേൾക്കുന്ന നിങ്ങൾ തന്നെ ഞെട്ടിയിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ മഹാത്മാഗാന്ധിയുടെ ചെറുമോനല്ലേ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഈ വോട്ട് പിടിക്കുന്നത് മുഴുവനും. അതാണ് എൻ്റെ രസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഗാന്ധിയല്ല, ഗണ്ഡി കുടുംബം, ഗണ്ഡി. അപ്പോൾ രാഹുൽ ഗാന്ധിയല്ല, ഈ ഗണ്ഡി കുടുംബത്തെയാണ് ഗാന്ധി കുടുംബം എന്ന് വിളിച്ച് പൊട്ടത്തരം പറയുന്നത്. ഇനി അതിനേക്കാൾ രസം നെഹ്റുവിന്റെ തന്തയാരാ? നെഹ്റുവിന്റെ തന്ത ഒരു മുസ്ലിമാണ്. പക്ഷെ കേരളത്തിലെ നെഹ്റുവിന്റെ തന്ത ഒരു മുസ്ലിമാണ്. പക്ഷെ കേരളത്തിലെ ആണെങ്കിലും ശരി, ഇന്ത്യയിലാണെങ്കിലും ശരി, ഇതൊന്നും ആരും അന്വേഷിച്ച് പോകാത്തത് കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങൾ ഇന്നും അങ്ങനെ തന്നെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. ബിജു അമ്മു വരൂ, സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വരൂ, നമുക്ക് കമന്റ് ഇടാം. ഒരുപാട് സമയങ്ങൾ ഞാൻ തരാം. എനിക്ക് കമന്റ് പേജിൽ കമന്റ് ഇടാനുള്ള സ്വന്തം പ്രൊഫൈലൊക്കെ ആയിട്ട് വരണം കേട്ടോ. കമന്റ് ഇടുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നിങ്ങൾ സ്വന്തം പ്രൊഫൈലുകളിൽ എന്നെ രണ്ട് പറയണമെങ്കിലൊക്കെ സ്വന്തം പ്രൊഫൈലുകളിലെല്ലാം കമന്റ് ഇട്ട് വരൂ. ജോർജി ഗി വർഗീസ് പൊടിയെന്ന്, അതെന്താടാ പൊടിയോ? ആ ഫോട്ടോയിൽ ഇരിക്കുന്ന കൊച്ചിന്റെ ദേഹത്താണോ പൊടി? എന്നാ അത് അട്ടിക്കള. ജോർജി ഗി വർഗീസിന്റെ കൊച്ചിന്റെ ഫോട്ടോയിൽ ഇരിക്കുന്ന കൊച്ചിന്റെ ദേഹത്ത് മുഴുവനും പൊടിയാണെന്ന്.
അത് മാവ് വല്ലതും തട്ടി വീണതായിരിക്കും, നീ പോയി തട്ടിക്കള. ബാഹുല്യൻ ശൈലജ, ഫിറോസ് ഗാന്ധി ആരാണ്? ഫിറോസ് ഗാന്ധി അല്ല, ഫിറോസ് ഗണ്ഡി. വിജയ് വി എ ഹായ്. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്ത് ഗാന്ധി കുടുംബം പറ്റിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ഗണ്ഡിക്കുടുംബം, ഗാന്ധി കുടുംബത്തിന്റെ പേരിൽ നിങ്ങൾ ഇത്രയും കാലം പറ്റിച്ചും ഊറ്റിച്ചും കുടുംബ വോട്ട് ഇപ്പൊ വയനാട്ടിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തുവാ പ്രിയങ്ക ഗണ്ഡി ഗണ്ഡി വിറക്കാനായിട്ട് വയനാട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ഞാനിങ്ങനെയല്ല പറയേണ്ടത്. പ്രിയങ്ക ഗണ്ഡി വയനാട്ടിലോട്ട് വണ്ടി വിട്ടിട്ടുണ്ട്. അങ്ങ് ജയിപ്പിക്കുക, കോൺഗ്രസിനെ അങ്ങ് ജയിപ്പിച്ച് ക്രിസ്ത്യാനി മുഴുവനും കൊടുക്ക്. നിങ്ങൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം കൂടി കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്നേ. നിങ്ങൾ വീണ്ടും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? പ്രിയങ്ക ഗണ്ഡിക്കും ചേലക്കരയ്ക്കും പിന്നെ പാലക്കാടും എല്ലാം കോൺഗ്രസിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം മാറിയും തിരിഞ്ഞ് നിങ്ങൾ വോട്ടിട്ട് കൊടുത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റിനെയോ കോൺഗ്രസിനെയോ ആരിനെ വേണമെങ്കിലും നിങ്ങൾ ജയിപ്പിച്ചോ, ഒരു കുഴപ്പവുമില്ല. അടി കൊള്ളുമ്പം കരഞ്ഞിട്ട് ഓടത്തില്ല നീയൊക്കെ കണ്ടം വഴി. അന്ന് എൻ്റെ മുഖം ഒന്ന് ഓർക്കണം. മനസ്സിലായോ? ക്രിസ്ത്യാനിയും ഹിന്ദു ഒക്കെ עכשיו שקט? כן, לא. ברוך השם. אחרי גם הוראה עוד פעם. בסדר. לא עכשיו, לא. כן, קטע. ഇന്ദിരയുടെ യഥാർത്ഥ പേരറിയുമോ? മൈമുന ബീഗം. അതെ, ഇന്ദിരാഗാന്ധിയുടെ പേര് മൈമുന ബീഗം എന്നാ. ഇതൊന്നും അറിയാത്ത പൊട്ട സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നതെന്നാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഗണ്ഡി കുടുംബത്തിന് കൊണ്ടുപോയി വോട്ടിട്ട് കൊടുക്ക്. നിങ്ങൾ നല്ലതുപോലെ വോട്ടിട്ട് കൊടുക്ക് പ്രിയ സഹോദരങ്ങളെ. ഈ ക്രിസ്ത്യാനി ഇപ്പൊ എന്താ പറയുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഗൈബീഡനൊക്കെ പോയിരുന്നിട്ടേ, മുനമ്പത്ത് പോയിരുന്നിട്ട് അവൻ പറയുന്ന ചിലക്കല് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കാരണം പൊളിച്ച് രണ്ട് കൊടുക്കാനുള്ള തൻ്റെ ഇടമൊന്നും മുനമ്പത്ത് ഒരുത്തരും ഇല്ലേ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. അവൻ ഭയങ്കര കാര്യമായിട്ട് ഹൈബീഡൻ പോയിരുന്ന് മുനമ്പത്ത് ഇരുന്നിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ ചെറായി. മുനമ്പത്ത് പോയി നിന്നിട്ട് എന്താണ് പാർലമെന്റിൽ ചെന്ന് ഞങ്ങൾ എന്തോ ഈ മുനമ്പത്ത് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. പിന്നെ ഹൈബീഡൻ ഒലത്തും മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിന്നിട്ട്. എത്ര പറഞ്ഞാലും പൊട്ടന്മാർക്ക് മനസ്സിലാകത്തില്ലെങ്കിലോ? കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുവും എന്ന് പറയുന്ന മരപ്പൊട്ടന്മാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടികൊണ്ട് ചാകത്തേ ഉള്ളൂ. വഖഫ് നിയമം ഇതൊരു ചർച്ചയാക്കപ്പെടേണ്ട വിഷയമാണ്, പക്ഷെ ചർച്ചയാക്കപ്പെടുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ജനം ടിവിയിലെ ചേലക്കരയിൽ ചെന്നുള്ള എന്താ പറയുന്ന ഈ തെരുവിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ സംവാദത്തെ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി പാർലമെന്റിൽ നിയമസഭയിൽ പോയിരുന്നിട്ട് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ബില്ല് പ്രമേയം പാസ്സാക്കിക്കൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വഖഫിനെ അനുകൂലിച്ചപ്പോൾ ഇവിടെയുള്ള മുനമ്പത്തെ 600 പരം ക്രിസ്ത്യാനി കുടുംബങ്ങളും ഹിന്ദു കുടുംബങ്ങളും എന്ത് ചെയ്യണം, അവരെന്താ ചെയ്യേണ്ടത്, ഈ വഖഫ് നിയമത്തെ നിങ്ങൾ അനുകൂലിച്ചതിന്റെ വലിയ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പം അവർ കൊടുത്ത മറുപടി ഉണ്ടല്ലോ. ഈ കോൺഗ്രസിന്റെ വക്താവായിട്ട് വന്നിരിക്കുന്ന ഒരു ഊളപ്പെണ്ണും പുള്ള വന്നിട്ട് പറയുവാണ്, അരി എത്രയെന്ന് പറഞ്ഞാൽ പയർ അന്നാഴി എന്ന് പറയുന്ന കണക്ക് കേരളത്തിൽ വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ 616 ന്യൂനപക്ഷ കുടുംബങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറയുവാണേ, മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടതിനെ നിങ്ങൾ എന്ത് പറയുന്നു? എങ്ങനെയുണ്ട് കഥ? എടാ, മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ നോക്കിക്കോളും. അത് കേരളത്തിലെ ക്രിസ്ത്യാനിയുമായിട്ട് എന്താ ബന്ധമിരിക്കുന്നത്? കേരളത്തിലെ കഥയല്ലേ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇതാണ് ഈ പൊട്ടത്തരം
പരമേശ്വരൻ കുറ്റിയിൽ വയനാട്ടിൽ 48% ഹിന്ദുക്കളും 28% ക്രിസ്ത്യാനികളും ഒന്നിച്ചില്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. എവിടെ ഒന്നിക്കാനായിട്ട്? എവിടെ ഒന്നിക്കും? എന്റെ പൊന്നു, തലയ്ക്കകത്ത് കത്തി വന്നിരുന്നാ പോലും ഈ പാർട്ടി പാത്രത്തിനകത്ത് കമിഴ്ന്ന് കിടന്ന് നക്കാൻ പഠിച്ചവന്മാരാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. കമ്മിക്കകത്തും കൊങ്ങിക്കകത്തും ഈ പാർട്ടി പ്രീണനം മൂത്ത് ആ പാർട്ടി ഭ്രാന്ത് പിടിച്ചിട്ട് പാർട്ടി പാത്രത്തിൽ കിടന്ന് നക്കും ഇവന്മാര്. ഹിന്ദുവും അത് തന്നെയാണ്, ക്രിസ്ത്യാനിയും അത് തന്നെയാണ്. മനസ്സിലായോ? ഈ രണ്ടു കൂട്ടരും ഇത് തന്നെയേ ചെയ്യത്തുള്ളൂ. അല്ലാതെ തലച്ചോറൊന്നും ഉണർന്ന് ഒരു സംഘടിതമായി നിന്നുകൊണ്ട് ചേർത്ത് നിൽക്കാനൊന്നും ഇവർ വളർന്നിട്ടില്ലെന്ന് നല്ല വൃത്തിയാണം പിണറായിക്കും അറിയാം, സതീശനും അറിയാം, കോൺഗ്രസിനും അറിയാം, കമ്മ്യൂണിസ്റ്റിനും അറിയാം. അതുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ വോട്ടെന്ന് പറഞ്ഞുകൊണ്ട് മതപ്രീണനം നടത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ വോട്ടിന് വേണ്ടി ഇവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർ ഇസ്ലാമിന് വേണ്ടി എന്ത് തീരുമാനമെടുത്താലും അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് അറിയാം. അവരുടെ വോട്ടിനെ സംഘടിത വോട്ടായിട്ടാണ് ഇവർ കാണുന്നത്. പക്ഷെ ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിന്റെ വോട്ടിനെ സംഘടിത വോട്ടായിട്ട് കാണാൻ അവർക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അറിയാം ക്രിസ്ത്യാനിയും ഹിന്ദുവും പൊട്ടന്മാരാണ്. നമ്മൾ തലയ്ക്കകത്ത് കയറി കാലുകൊണ്ട് നമ്മുടെ ബൂട്ടിട്ട് ചവിട്ടി നിരക്കിയാലും ക്രിസ്ത്യാനിയും ഹിന്ദുവും അടിമക്കൊങ്ങിയും അടിമക്കമ്മിയുമായിട്ട് നമുക്കൊപ്പമേ നിൽക്കത്തോളന്ന്. ഇപ്പൊ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഈ ചേലക്കര മുനമ്പത്തെ ഇത്രയെല്ലാം പ്രശ്നം നടന്നാലും മുനമ്പത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പോ എന്തെങ്കിലും ഒന്ന് വന്നു നോക്കിയേ, മുനമ്പത്തെ സകല ഹിന്ദുവും ക്രിസ്ത്യാനിയും കൊണ്ട് ആർക്കും അതിൽ തുച്ഛമായ ആൾക്കാർ വല്ല BJPക്ക് വോട്ടിടുമായിരിക്കും. ബാക്കിയുള്ളതെല്ലാം കൊണ്ടുപോയിട്ട് ആർക്കേ ഇടത്തുള്ളൂ? ഒന്നില് കോൺഗ്രസിന്, ഒന്ന് കമ്മ്യൂണിസ്റ്റ് ഇടത്തുള്ളൂ. ഈ പറച്ചിലൊക്കെ ഉള്ളൂ ഇവർക്ക്. മനസ്സിലായോ? ഈ പറച്ചിലൊക്കെ ഇവർക്കുള്ളൂ. അല്ലാതെ ഇവറ്റങ്ങളൊന്നും ഒന്നും എന്ത് ചെയ്യത്തില്ല. ആരും തന്നെ ഇതിനകത്തൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല. പ്രിയ സഹോദരങ്ങളെ, അതിന്റെ ഭയാനകതയൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇത് നാൾക്ക് നാൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാനോ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനോ ആരും തയ്യാറല്ലാത്തത് കൊണ്ട് ജനം വീണ്ടും ഈ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാലക്കാട് നിയമസഭാ മത്സരമാണ് നടക്കുന്നത്. പാലക്കാട്ടിൽ ആ ശ്രീകുമാർ എന്ന് പറയുന്ന മനുഷ്യനെ ജയിപ്പിച്ചു വിട്ടാൽ നിയമസഭയിൽ ഇത്രയും പേരും വഖഫിനെതിരെ നിന്നാലും, വഖഫിന് അനുകൂലമായി നിന്നാലും ഒരു മനുഷ്യനെങ്കിലും വഖഫിനെതിരായിട്ട് നിൽക്കും. മനസ്സിലായോ? അനിൽകുമാർ മേഡം പറയൂ, ചേലക്കരയിൽ ആര് ജയിക്കും? ചേലക്കരയിൽ ആര് ജയിക്കാനാ? ചേലക്കരയിൽ ഇത്രയും കാലം ജയിച്ചുകൊണ്ടിരുന്നാരാ? കോൺഗ്രസ് ജയിക്കും, കമ്മ്യൂണിസ്റ്റ് ജയിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ചേലക്കരയിൽ. മനസ്സിലായോ? ഇനി ഇതവാ രമ്യ ഹരിദാസിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് കൂട്ടുനിന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം രമ്യ ഹരിദാസിനെ തോപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ തന്നെ എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റിന് വോട്ടിട്ട് കൊടുത്തവരാ. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിലേക്ക് ജയിച്ചു പോകുമായിരിക്കും. മനസ്സിലായോ? അല്ലാതെ എത്ര കൊണ്ടാലും പഠിക്കത്തില്ല. ആര്? നമ്മുടെ ജനത പഠിക്കത്തുമില്ല, അവർ വളരത്തുമില്ല. ഇനി അവർക്കൊരു മാറ്റവും വരാൻ പോണില്ല ഈ ജനതയ്ക്ക്. പാലക്കാട് മാത്രമേ ഉള്ളൂ ഇച്ചിരിയെങ്കിലും പ്രതീക്ഷയുള്ളത്. ആ പാലക്കാടിൽ ഇച്ചിരിയെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും പറയാൻ പറ്റത്തില്ല, എങ്ങനെയും ട്വിസ്റ്റ് നടക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ എന്ത് ചെയ്യും? രാഹുൽ മാൺകൂട്ടത്തിന് കൊണ്ടുപോയി എന്ത് ചെയ്യും? വോട്ടിട്ട് കൊടുക്കും. കാരണം BJP ജയിക്കരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് മുഴുവനും തന്നെ എന്ത് ചെയ്യും? സുമാ മേനോൻ, എക്സാക്ട്ലി റീന, ദീസ് ഹിന്ദുസ് ആർ ക്രിസ്ത്യൻസ് വിൽ നെവർ അണ്ടർസ്റ്റാൻഡ്. അത് ഇവരെത്ര പറഞ്ഞാലും മനസ്സിലാക്കത്തില്ലെന്നേ, മനസ്സിലാകത്തില്ല. സ്വന്തം മക്കൾക്കോ സ്വന്തം കുടുംബത്തിനോ വേണ്ടി ചിന്തിക്കാത്ത മരമണ്ടന്മാരാ. മരമണ്ടന്മാർ, ഇതുപോലത്തെ മണ്ടന്മാര് ഇവരിങ്ങനെ ആക്കി വെച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നേതൃത്വങ്ങൾ തന്നെയാണ്. ഇപ്പൊ തന്നെ കുറെ അച്ഛന്മാരും കുറെ ഇവരുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? രംഗത്ത് വരുന്നുണ്ട്. എന്തുവാ? കുറെ അച്ഛന്മാരും ഇവരൊക്കെ രംഗത്ത് വന്നിട്ട് ഇവര് പറയുന്നുണ്ട് വഖഫ് നിയമത്തെ മാറ്റണം, ഇല്ലെങ്കിൽ അങ്ങനെയാണ്. രണ്ടു കൂട്ടരും അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒരുപോലെ നിന്നുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും എന്ത് ചെയ്യുന്നില്ല? തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഉറച്ച ഒരു തീരുമാനമൊന്നും ഇവർക്കില്ല. മുഖത്ത് നോക്കി ഈ ചെറ്റ അച്ഛന്മാര് കൂതറകള് മുഖത്ത് നോക്കി പറയുന്നില്ല, ഞങ്ങളുടെ ക്രിസ്തീയ സമൂഹത്തിന്റെ വോട്ട് ഒന്നടങ്കം ഞങ്ങൾ BJPക്ക് കൊടുക്കാൻ പോവുകയാണ്, ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇവന്മാർ തൻ്റെ ഇടത്തുറ നട്ടല്ലോടുകൂടി ഇവൻ പറയാൻ തയ്യാറായിരുന്നുണ്ടെങ്കിൽ ഒരല്പമെങ്കിലും എന്ത് ചെയ്തേനെ? പേടി വന്നേനെയായിരുന്നു. പറഞ്ഞ മനസ്സിലായോ? ഒരല്പമെങ്കിലും
കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ത് ചെയ്യുന്നതിനെ തിരിഞ്ഞു നോക്കിയതിനെയായിരുന്നു ഈ ഹിന്ദുക്കളെ. അവർക്കറിയാം ഈ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും എത്ര വന്നാലും അടിമക്കമ്മികളും അടിമക്കൊങ്ങികളുമായ ഹിന്ദുവും ക്രിസ്ത്യാനിയും വോട്ട് ബാങ്കിന്റെ മുമ്പിൽ വരുമ്പോഴത്തേക്കും അവർ പാർട്ടി പ്രീണനമേ നടത്തത്തുള്ളൂ എന്നുള്ളത് നല്ല വൃത്തിയാണം അറിയാവുന്നത് കൊണ്ടാണ്. അല്ലാതെ ഈ പള്ളിയിലെ അച്ഛന്മാരും കിച്ചന്മാരും കുച്ചന്മാരും എന്നൊക്കെ അവർക്ക് പള്ളിയിൽ പോയി വിളിച്ച് പൂജ നടത്തുന്ന സമയത്ത് പറയാമല്ലോ. പള്ളിയിൽ അവരുടെ ഞായറാഴ്ചകൾ പള്ളിപ്പൂജ നടത്തുന്ന സമയത്ത് അവർക്ക് വിളിച്ചു പറയാമല്ലോ, ഒറ്റക്കെട്ടായി നിന്ന് ക്രിസ്ത്യാനികളെ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണം എന്നവർക്ക് പറയാമല്ലോ. പറയത്തില്ല. മനസ്സിലായോ? അവർ പറയത്തില്ല. അതാണ് കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും ഈ മതപ്രീണനം വളരുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. കാരണം അവർക്കറിയാം കോൺഗ്രസിനെയും കോൺഗ്രസിനും അറിയാം, കമ്മ്യൂണിസ്റ്റിനും അറിയാം, ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും ഒറ്റയാൽ പോലും പാർട്ടിക്കകത്ത് കിടക്കുന്ന ക്രിസ്ത്യാനിയും ഹിന്ദുവും എന്ന് പറയുന്നവൻ ഒറ്റുകാരന്മാരെ പോലെ നിന്ന് സ്വന്തം ജനത്തെ തന്നെ എന്ത് ചെയ്യും, ഒറ്റിക്കൊടുക്കുമെന്നുള്ളതും ഇവർ സംഘടിതമാകാൻ ഇവർക്ക് പറ്റില്ല എന്നുള്ളതും നല്ല വൃത്തിയാണ് മനഃശാസ്ത്രം പഠിച്ചു വെച്ചിരിക്കുന്നവന്മാരാ. മനസ്സിലായോ? നല്ല വൃത്തിയാണ് മനഃശാസ്ത്രം പഠിച്ചു വെച്ചിരിക്കുന്നവന്മാരാണ്. അതുകൊണ്ടാണ് സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഈ പോകുന്ന പോക്ക് എങ്ങോട്ടാണെന്ന് വല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കേവലം താമസിക്കുന്ന ഒരു സമൂഹം ഒരു മതരാജ്യത്താണ് നിങ്ങൾ താമസിക്കുന്നത്. പേരിനേ ഉള്ളൂ മതേതര രാജ്യം എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് മതരാജ്യമാണ്. ഇത് കാട്ടാള നിയമമാണ്. വഖഫിന് ഒരു വഖഫ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് അവന് വഖഫാണെന്ന് തോന്നുന്ന ഒരു പ്രോപ്പർട്ടിയെ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മതരാഷ്ട്രത്തിന്റെ ഒരു ലക്ഷണമാണ്. കാരണം ബാക്കിയുള്ളൊരു മനുഷ്യനല്ലേ. ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഹിന്ദു മനുഷ്യനല്ലേ, ക്രിസ്ത്യാനി മനുഷ്യനല്ലേ? പണ്ട് കാലങ്ങളിലുള്ള പൂർവന്മാരുടെ സ്വത്തുക്കൾ ഹിന്ദു നാമധാരികളായി എത്രയോ പേരുടെ, എത്രയോ രാജാക്കന്മാരുടെ, എത്രയോ പള്ളിവകയുടെ പേരിൽ, അമ്പലങ്ങളുടെ പേരിലൊക്കെ ഒരു ഈ ഭൂപ്രദേശം മുഴുവനും സ്വത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ. ഈ പണ്ട് കാലങ്ങളിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരെല്ലാം അമ്പലങ്ങൾക്ക് ചുറ്റുമായിട്ടുള്ള പ്രദേശങ്ങൾ, ഒരു ഭൂപ്രദേശം മുഴുവനും ഒരു അമ്പലത്തിന്റെ പേരിൽ എഴുതി കൊടുത്തു. ഇന്ന് അമ്പല കമ്മിറ്റിക്കാർ വന്നിട്ട് പറയുകയാണ്, അത് പണ്ട് ആ രാജാവ് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ പേരിലൊക്കെയാണ് ഈ പരിസര പ്രദേശം മുഴുവനും, ഭൂപ്രദേശം മുഴുവനും ഞങ്ങൾക്കാണ് എഴുതി വെച്ചിരുന്നത് എന്ന്, ഞങ്ങളുടെ അമ്പലത്തിന് ചുറ്റും അമ്പലക്കാർക്കാണ് എഴുതി വെച്ചിരുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ പോയാൽ കൊടുക്കുവോ ആരെങ്കിലും? മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കി, കൊടുക്കുവോ ആരെങ്കിലും? കൊടുക്കത്തില്ലല്ലോ. അപ്പൊ വഖഫിന് മാത്രം എന്ത് ഇത്ര നിയമം കൊടുത്തു വെച്ചിരിക്കുന്ന? വഖഫിന് മാത്രം അവർ ക്ലെയിം ചെയ്യുന്ന സ്വത്തുക്കൾ അവർക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഇന്ന് ഈ വഖഫിന് അനുകൂലമായ ഒരു വിധി വന്നാൽ നിങ്ങൾ കുറിച്ചു വെച്ചോ, കേരളത്തിലെ പല പ്രോപ്പർട്ടിയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെ, ഇപ്പൊ തന്നെ മഹല്ല് കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം കണ്ടില്ലേ? ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും ക്രിസ്ത്യൻ പള്ളികളുമെല്ലാം കേരളത്തിലെ ഗവൺമെന്റിന്റെ അണ്ടറിൽ കൊണ്ടുവരണമെന്ന് മഹല്ല് കമ്മിറ്റിക്കാർ പറയുക. ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുമെല്ലാം കേരളത്തിൽ ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അഭിപ്രായപ്പെടുന്ന ആരാ? മഹല്ല് കമ്മിറ്റിക്കാര്. രാജ്യത്തിന്റെ ശരീഅത്ത് നിയമം നടപ്പാക്കുന്നവന്മാരാണല്ലോ ഇപ്പൊ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതാക്കുന്നതും. സഹോദരങ്ങളെ, ഞാൻ ഇനി എത്ര പറഞ്ഞ് നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് മനസ്സിലാകാത്ത, ഞാൻ ഇനി എത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സത്യത്തിൽ എനിക്ക് ഇസ്രായേലിനെ ഓർത്ത് അഭിമാനം തോന്നുകയാണ്. ഞാൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ് ഈ രാജ്യത്തെ ഓർത്തിട്ട്. കാരണം ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ സ്വന്തം ജനത്തിന് കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, സ്വന്തം ജനത്തിനെ അവര് ജീവനും സ്വത്തിനും, സ്വന്തം ജനത്തിന് ജീവനും സ്വത്തിനും കൊടുക്കുന്ന ഒരു സംരക്ഷണം ഉണ്ടല്ലോ. അത് ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് ഇങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് 2000 കിലോമീറ്റർ കടന്നു പോയി ഫ്ലൈറ്റ് എയർക്രാഫ്റ്റ് യുദ്ധം നടത്തിക്കൊണ്ട് അവർ മടങ്ങി വന്നത്. 2000 കിലോമീറ്റർ കടന്നു പോയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. 100 വിമാനങ്ങൾ ഇവിടുന്ന് കടന്നുപോയി. അത് കൃത്യമായി തന്നെ അവരുടെ ടാർജറ്റ് അവർ പൂർത്തിയാക്കിക്കൊണ്ട് അവർ ലക്ഷ്യം കണ്ടെത്തി അവർ മടങ്ങി വന്നു എന്നുള്ളതാണ്. ഒരു ഫ്ലൈറ്റിനെ പോലും തൊടാൻ ആർക്ക് പറ്റിയില്ല? ഇറാന് പറ്റിയിട്ടില്ല. ഇറാഖ് മിണ്ടാതെ തലകുഴിച്ചിരുന്നു. കാരണം ഇറാഖിനെ കടന്നു വേണം ഇറാനിലോട്ട് പോകാനായിട്ട്.
ജോർദാൻ പാസ് ചെയ്താ പോയത്. ജോർദാന്റെ എയർബേസ് തുറന്നു കൊടുത്തിട്ടാ പോയത്. പക്ഷെ ജോർദാൻ പറയുന്നു ഞങ്ങൾ എയർബേസ് തുറന്നു കൊടുത്തിട്ടില്ലെന്നാ പറയുന്നത്. കാരണം ജോർദാൻ അങ്ങനെ പറഞ്ഞാലേ ഇതുള്ളൂ. പക്ഷേ ഇസ്രായേൽ അത്രയും കൃതകൃത്യമായി തന്നെ അവർ ചെയ്യുന്ന ഓരോ ടാർജറ്റും അവർ എന്താണോ നടപ്പിലാക്കണമെന്ന് അവർ നിശ്ചയിക്കുന്നു ആ കാര്യം അവർ പൂർത്തിയാക്കിയിട്ട് അവർ മടങ്ങി വരികയാണ്. സ്വന്തം രാജ്യത്തോടുള്ളൊരു കൂറ്. ആമിസ്രായേൽ ഹായ് എന്നാ പറയുന്നത്. ആമിസ്രായേൽ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല ആമിസ്രായേൽ, അതായത് ഇസ്രായേൽ മക്കള് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ, ഒരു മിനിറ്റ് ഞാനൊരു പാട്ട് നിങ്ങളെ കേൾപ്പിക്കാം, നിങ്ങളതൊന്ന് കേൾക്കണം. ഇസ്രായേൽ മക്കള് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ ആ സമയത്ത് ബലപ്പെടുത്തും. എന്ത് പ്രശ്നം വന്നാലും അവരെ തകർക്കുന്ന ശക്തികൾ ഒരുമിച്ച് കൂടിയാലും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. നിങ്ങളെ ഞാൻ ഒരു പാട്ട് കേൾപ്പിക്കാം, ഒരു മിനിറ്റ്. അതിനകത്തുള്ള വരികൾ നിങ്ങൾ കേട്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഒരു മിനിറ്റ്. ברית החדשה, זה בטח ספר כל כך רדוד, עברית גרועה, שקרים היסטוריים. עם ישראל, עם ישראל. בקרוב תזרח השמש. നിങ്ങളിതൊന്ന് കേക്ക്. הלב נלחם בדאגות. כולם יחזרו הביתה, נחכה להם למטה. הלוואי נדע בשורות טובות. ഈ പാട്ടിന്റെ അർത്ഥം മനസ്സിലായി? അതായത് ഞങ്ങളുടെ ഹൃദയം നിങ്ങളെ ചൊല്ലി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ വീടിനകത്തല്ല നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളെ ഞങ്ങളുടെ നെഞ്ചോട് ചേർക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നാണ് ആ വരികളുടെ. ഞങ്ങളെ മുച്ചൂടും മുടിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇനി എത്ര പേര് തുനിഞ്ഞിറങ്ങിയാലും ഞങ്ങൾ ഒരിക്കലും ഭയപ്പെട്ടു പോകത്തില്ല. കാരണം ഞങ്ങൾ ഒരിക്കലും തീർന്നു പോകുന്ന ഒരു ജനമല്ല, ഞങ്ങൾ ഒരിക്കലും നശിച്ചു പോകുന്ന ഒരു ജനമല്ല. ഞങ്ങൾ ഇനി എത്ര തന്നെ രാജ്യങ്ങൾ ഒരുമിച്ച് വന്ന് ഞങ്ങളെ തീർക്കാമെന്ന് ചിന്തിച്ചാലും ഞങ്ങൾ അതിന് മുമ്പിൽ ഭയപ്പെട്ടു പോകത്തില്ലെന്ന. അതായത് ഞങ്ങൾ യുദ്ധത്തെ നേരിടുന്നത് കുലാംബെ അഹാദ്, ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഞങ്ങൾ യുദ്ധത്തെ നേരിടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആം ഇസ്രായേൽ ഹായ്, ഞങ്ങൾ ഇസ്രായേൽ മക്കൾ ഒന്നടങ്കം ജീവിക്കുന്നു. ഞങ്ങളെ ഒരിക്കലും ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. കാദോഷ് ബറൂഹ് ഉഷോമേർ ലേനു, അതായത് ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തളർന്നും ക്ഷീണിച്ചും ഞങ്ങൾ പോകത്തില്ല. കാരണം ഞങ്ങൾക്ക് വേറെ രാജ്യമില്ല, ഞങ്ങൾക്ക് ഒറ്റ രാജ്യമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു രാജ്യമേ ഉള്ളൂ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി ഞങ്ങൾ ചേർത്ത് നിൽക്കും. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതായത് ഇതിനകത്ത് ഈ പാട്ട് ഇസ്രായേലിൽ ഇന്ന് മുഴുവനും മുഴങ്ങി കേൾക്കുന്ന ഒരു പാട്ടാണ്. ഇസ്രായേലില് ഇന്ന് മുഴുവൻ ജനം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇസ്രായേൽ മക്കൾ മുഴുവനും പാടുന്നൊരു പാട്ടായി പാട്ട്. എന്താണെന്നറിയാമോ? അവരവരുടെ ജനത്തെ അങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ ജനത്തോട് അങ്ങനെ ശക്തിപ്പെടുത്തി കൊടുക്കുക. നമ്മൾ കുലാംബെ അഹാദ് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. നമുക്ക് ഉയർച്ചയുണ്ടാകാം, നമുക്ക് താഴ്ചയുണ്ടാകാം. നമ്മൾ ഉയർച്ചയിലും താഴ്ചയിലും നമ്മൾ ഭയപ്പെടില്ല, നമ്മൾ തളർന്നു പോകില്ല. നമ്മുടെ ഇടയിൽ ചിലർ കൊല്ലപ്പെട്ടേക്കാം, നമ്മൾ യുദ്ധങ്ങൾക്ക് പോയേക്കാം. പക്ഷെ നമ്മൾ ഒരിടത്തും എന്ത് ചെയ്യത്തില്ല, നമ്മൾ താഴ്ന്നു പോകത്തില്ല. നമ്മൾ തിരിച്ചു വരും. നമ്മുടെ 2000 വർഷത്തെ നമ്മുടെ സ്വപ്നഭൂമിയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത്. നമുക്ക് വേറൊരു രാജ്യമില്ല, ഈ ഒരു രാജ്യം മാത്രമേ നമുക്കുള്ളൂ. 2000 വർഷത്തെ സ്വപ്നത്തെ ദൈവം നമുക്ക് പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് വേറൊരുത്തം വന്നിട്ടുണ്ട് തക്കിയുമായിട്ട്. മുസ്താഖ് അഹമ്മദ്, ഹിന്ദുവിന് ദേവസ്വം ബോർഡ്, മുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡ്. അതിന് അടുത്തതിന് ക്രിസ്ത്യാനിക്കിന് എന്തായിരിക്കും? ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുന്നത് നല്ലതല്ലേ? ഓ ആഹാ, എന്നാ സ്നേഹമാണോ നോക്കിക്കോണേ. ഹിന്ദുവിന്റെ ദേവസ്വം ബോർഡ് പോലെയാണോ?
മുസ്ലിമിന്റെ വഖഫ് ബോർഡ്? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഹിന്ദുവിന്റെ ദേവസ്വം ബോർഡ് ന്റെ കൈകാര്യം നടത്തുന്നത് മുഴുവനും രാഷ്ട്രീയ നേതാക്കന്മാരാ. അത് ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഹിന്ദുവിന്റെ ദേവസ്വം ബോർഡ് ഇരിക്കുന്നത്. വഖഫ് ബോർഡ് ഗവൺമെന്റിന്റെ അണ്ടറിലാണോ? വഖഫ് ബോർഡ് ഇരിക്കുന്നത് മുസ്ലിങ്ങളുടെ അണ്ടറിലല്ലേ, അല്ലാതെ ഗവൺമെന്റിന്റെ അണ്ടറിലല്ലല്ലോ. അപ്പൊ എന്തിനെ കൊണ്ട് താരതമ്യം ചെയ്യണമെന്നും എന്തിനെ കൊണ്ട് വന്ന് കൂട്ടിക്കെട്ടണമെന്നൊക്കെ ഒരു അത്യാവശ്യം സാമാന്യ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ചിലതിനെ കൊണ്ടുവന്ന് ചിലതിന്റെ കൂടെ കൂട്ടിക്കെട്ടാനായിട്ട്. കേട്ടോ? ഷൈനി തോമസ്, സിസ്റ്ററുടെ വിവാഹം കഴിഞ്ഞോ? ബ്രാഹ ആരാണ്? ബ്രാഹ കുടുംബ പേരാ. ബ്രാഹ എന്ന് പറയുന്നത് കുടുംബ പേരാ, അല്ലാതെ വിവാഹം കഴിഞ്ഞതിന്റെ പേരല്ല, കുടുംബ പേരാണ്. അനിൽകുമാർ, ഞാൻ ഖമേനിയുടെ കാര്യം പറഞ്ഞല്ലോ. ഖമേനിയും ഗതം ചത്തു മലത്തു. മനസ്സിലായോ? ഖദം ചത്തു മലത്തു ഖമേനി. അതാണ് ഖമേനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് പുതിയ നേതാക്കന്മാരെ എടുത്തുകൊണ്ടിരിക്കുക ഖമേനിക്ക് പകരമായിട്ട്. അത് പുറത്തു പറയാൻ പറ്റാത്ത നാണക്കേട് കാരണം സുഖമില്ലാന്ന് പറഞ്ഞു പരത്തുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഓ, ജമായത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടായിരുന്നോ നിങ്ങള്? ജമായത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാം മത രാഷ്ട്രം, അവർക്ക് മുസ്ലിം ബ്രദർഹുഡുമായും ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് തലയ്ക്ക് വല്ല ഓളം പോയോ? ഇനി ഇടയ്ക്കിടയ്ക്ക് മുഹമ്മദ് റിയാസ് മണ്ടയ്ക്ക് വല്ല അടിവലം കൊടുക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. ഇതേ കേട്ടോ നിങ്ങൾ? നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. അമ്മൻ്റെ അതാ രസം. ജമായത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ഇസ്ലാം മതരാഷ്ട്രം, അവർക്ക് മുസ്ലിം ബ്രദർഹുഡുമായും ബന്ധം. മുഖ്യമന്ത്രി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പം തന്നെ ഓരോരുത്തന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാമെന്നുള്ള ആ ഗൂഢ ലക്ഷ്യമൊക്കെ മാറ്റി വെച്ചേക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ തന്നെ ഇവർ രംഗത്തിൽ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അടുത്ത ഇപ്പം പറയും, അയ്യോ അതിൻ്റെ നാക്ക് പിഴഞ്ഞാണ്, ഞാൻ അങ്ങനെയല്ല പറയാൻ ഉദ്ദേശിച്ച, ആരോ എഴുതി തന്നത് എങ്ങനെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഹിന്ദുവിൽ കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തില്ലായിരുന്നോ? ഈ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് കൊണ്ടുപോയിട്ട് മുഖ്യമന്ത്രിയുടെ ഇത് കൊടുത്തായിരുന്നല്ലോ. എൻ്റെ എന്തുവാ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിനകത്ത് പറഞ്ഞായിരുന്നല്ലോ, എന്തോ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണ്ണക്കടത്തൊക്കെ കടത്തുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ വിമർശനം വന്നപ്പോഴത്തേക്കും കാലുവാരി ഇത് കണ്ടോ? അതുപോലെ ഇപ്പോൾ വരും. തമ്മിലടി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. പല വാർത്താ ചാനലുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സകല പല മുസ്ലിം സംഘടനകളും രംഗത്ത് വന്നിട്ട് പറയാണ്, ഞങ്ങൾ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കരുത്. ജമായത്ത് ഇസ്ലാം എന്ന് പറയുന്നത് ജമായത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. നമുക്ക് കാണാം. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ പ്രിയ സഹോദരങ്ങളെ. ഇതെല്ലാം തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല പുള്ളേ. വിശ്വസിക്കാൻ പറ്റണില്ല പുള്ളേ. അയ്യോ, ഇതൊക്കെ എന്നാ നടക്കാൻ പോകുന്നത്? കേരളത്തിൽ നടക്കുന്നതൊന്നും നിങ്ങൾ വായിക്കുന്നില്ലേ പിള്ളേ? നമ്മുടെ നിങ്ങൾ സമൂഹത്തിൽ എന്താ നടക്കുന്നതെന്നൊന്നും അറിയുന്നില്ല അല്ലേ? അറിയണ്ട. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ പറയാറുണ്ട്. ഇനി തൊട്ട് അറിയാത്ത പിള്ള ചൊറിയുമ്പോഴല്ല അറിയാൻ പോകുന്നത്. അറിയാത്ത പിള്ള ഇനി അറിയാൻ പോണില്ല. ഇനി അറിയാത്ത പിള്ള അറിയാൻ പോണില്ല. അതാണ് സത്യം. മനസ്സിലായോ? ഇനി അറിയാത്ത പിള്ളയൊന്നും ഇനി അറിയാൻ പോണില്ല പ്രിയ സഹോദരങ്ങളെ. അടികൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രം തീർത്ത ഒരു സമൂഹമാണ്. അതുകൊണ്ട് ഞാനിനി അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി എത്ര നമ്മൾ കുരച്ചാലും കരഞ്ഞാലും നിലവിളിച്ചാലും മുസ്ലിം പ്രീണനം ഇനി ലോകത്തെ വിട്ടൊന്നും പോകാൻ പോണില്ല. അവർ സ്വാഭാവികമായും രാജ്യം കൈക്കടാക്കും. ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം രാജ്യമായി നിങ്ങൾ പ്രഖ്യാപിക്കുന്ന നാളുകൾ വിദൂരമല്ല എന്ന് റീന പറയുന്നത് ഒരു ഡയറിക്കകത്ത് എഴുതി വെപ്പിൻ പ്രിയ സഹോദരങ്ങളെ. ഇന്ത്യ മഹാരാജ്യം മുസ്ലിം രാജ്യമായി മാറാൻ പോകുന്ന പാകിസ്ഥാനെ പോലെയും
അഫ്ഗാനിസ്ഥാനെ പോലെയൊക്കെ ബംഗ്ലാദേശ് പോലെയൊക്കെ മാറാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇനി മറച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, ഞാൻ പറയുന്നത് കള്ളത്തരമാണോ അല്ലയോ എന്നുള്ളെങ്കിൽ ഈ ദിവസം കുറിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു ക്ലിപ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോ, റെക്കോർഡ് ചെയ്ത് വേണമെങ്കിൽ സൂക്ഷിച്ചു വെച്ചോ. ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകില്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇവിടെയുള്ള ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും കമ്മ്യൂണിറ്റി, അതായത് സംഘടിതമായി നിന്നുകൊണ്ട് സ്വന്തം ജനത്തെ സംരക്ഷിക്കാനുള്ള ആ ധൈര്യമില്ല. അവർ പാർട്ടിയിൽ ചാകുകയാണ്, പാർട്ടി അടിമകളായി കിടക്കുകയാണ് ക്രിസ്ത്യാനിയും ഹിന്ദുവും. അതുകൊണ്ട് അവന്റെ മുമ്പിൽ അവന്റെ കഴുത്തിറക്കുന്ന സംഭവം നിന്നാലും അവന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തേ അവൻ മാറത്തുള്ളൂ. അവന്റെ പാർട്ടിക്ക് അവൻ എന്ത് ചെയ്യത്തുള്ളൂ, വോട്ട് ചെയ്യത്തുള്ളൂ. അവന്റെ സ്വന്തം മകളുടെ കഴുത്തിന് കത്തി വെച്ച് നിന്നാൽ പോലും അവൻ മാറി ചിന്തിക്കത്തില്ല. അവൻ പാർട്ടിക്ക് വോട്ടിടുന്നവനായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഈ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കള്ളക്കളിക്കകത്ത് നിന്ന് കൊടുത്തുകൊണ്ട് എല്ലാവന്മാരും കോൺഗ്രസിന് വോട്ടിട്ട് തള്ളിമറിച്ചത്. ക്രിസ്ത്യാനിക്ക് അടി കൊള്ളണം, അടി വേണം. ക്രിസ്ത്യാനിക്ക് 2 അടി കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര മോഹമാണ്. മുനമ്പത്തെ വിഷയത്തിനകത്ത് തന്നെ അടി കൊള്ളണം. കാരണം നന്നാകാത്ത വർഗങ്ങൾക്ക് അടി കൊള്ളണമല്ലോ. പിന്നെ BJP-ക്കാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഈ ക്രിസ്ത്യാനികൾ നിങ്ങളുടെ മുമ്പിൽ കാര്യം കാണുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പം കരഞ്ഞ് കാല് പിടിക്കാനൊക്കെ നിൽക്കുമെന്നല്ലാണ്ട് ഇവരൊന്നും നിങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കാൻ പോണില്ല. വോട്ട് ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് കാല് മാറി കുത്തുന്ന സാധനങ്ങളാണ്, പറച്ചിലൊക്കെ ഉള്ളൂ. അതുകൊണ്ടാ ഒരുത്തനും എന്ത് ചെയ്യാത്തത്. ഒരച്ഛനും എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾ ക്രിസ്തീയ സമൂഹം ഒന്നടങ്കം ഞങ്ങൾ BJP-ക്ക് വോട്ടിടാൻ പോവുകയാണെന്നൊരു പ്രസ്താവന ആരും പറഞ്ഞിട്ടില്ലല്ലോ. എടാ വഖഫ് ബോർഡ് വഖഫ് ബോർഡിന്റെ നിയമ ഭേദഗതി ബില്ലിനെ പാസ്സാക്കിക്കൊണ്ട് നിയമ ഭേദഗതി വരുത്തുന്ന ബില്ലിന് എതിരായിട്ട് പ്രമേയം പാസ്സാക്കിയപ്പോൾ 140 MLA-മാരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അവർ കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്ന വഖഫ് ബോർഡ് ഭേദഗതി നിയമത്തിന് എതിരായി നിന്നുകൊണ്ട് അവർ പ്രമേയം പാസ്സാക്കിയ സമയത്ത് ക്രിസ്ത്യൻ സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ആ സമയത്തെ അവർ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ വോട്ട് ഇനി മുതൽ ഞങ്ങൾ BJP-ക്ക് കൊടുക്കാനിരിക്കുകയാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം ഇനി BJP-ക്കായിരിക്കും വോട്ട് ചെയ്യുന്നതെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിലോ? പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഒറ്റുകാരന്മാര് ഇവിടെ തന്നെയുണ്ട്. ക്രിസ്ത്യാനിയുടെ ഇടയിൽ കിടക്കുന്നത് തന്നെ ഒറ്റുകാരന്മാർ, ഹിന്ദുവിന്റെ ഇടയിൽ കിടക്കുന്നത് തന്നെയാണ് ഒറ്റുകാരന്മാർ. അതുകൊണ്ട് ഇനി എത്രയെല്ലാം ഞാൻ ഇവിടുന്ന് പറഞ്ഞാലും നിങ്ങളാരും നന്നാകാൻ പോണില്ല. എന്നെ തല്ലണ്ട അമ്മാവൻ, ഞാൻ നന്നാകണ്ട എന്ന് പറഞ്ഞ കണക്ക് ചിലപ്പോൾ എന്നെ കേൾക്കുന്ന കുറച്ച് പേരൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനൊക്കെ വിധി ഉണ്ടായിരിക്കും. പക്ഷെ ക്രിസ്ത്യൻ സമൂഹം ഒറ്റക്കെട്ടായിട്ടൊന്നും ചിന്തിക്കാനൊന്നും പോകുന്നില്ല. അത് അടിമക്കൊങ്ങിയും അടിമക്കമ്മിയും തന്നെയാണ്. അതിന് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനിനി എത്ര പറഞ്ഞിട്ട് എന്താ പ്രയോജനം ഇരിക്കുന്നത്? വരാൻ പോകുന്ന ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയിട്ട് മുന്നമേ ഇസ്ലാമിക രാജ്യമാണെന്ന് പറഞ്ഞ് ആശ്വസിക്കാനല്ല. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് പോയില്ലേ പറ്റത്തുള്ളൂ. ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഇസ്ലാമിക രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയെ കൈയൊഴിയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല പ്രിയ സഹോദരങ്ങളെ. ഇന്ത്യക്കകത്ത് ശരീഅത്ത് നിയമങ്ങളാണ് കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഹലാല്, ശരീഅത്ത് നിയമം. ഒരു മതക്കാരുടെ ഫുഡാണ്, അത് എവിടെ പോയാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത്. അത് ശരീഅത്ത് നിയമത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പോരാത്തതിന് മദ്രസകൾക്ക് പെൻഷനും ആനുകൂല്യവും കോടതി വരെ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാലകാവകാശ കമ്മീഷന്റെ നിയമ പ്രഖ്യാപനത്തിനെതിരെ അവർക്ക് അനുകൂലമാണ് അവരുടെ വിധികളെല്ലാം. ഇപ്പം മുംബൈ ഹൈക്കോടതി പറഞ്ഞു 4 കെട്ടാം. ഏക സിവിൽ കോഡൊന്നും ഇല്ലെന്നേ. നമ്മന്റെ മതക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല. മനസ്സിലായോ? അവന്മാർക്ക് 4 കെട്ടാം. മനസ്സിലായോ? അവന്മാർക്ക് 4 കെട്ടാം. പിന്നെ അവന്മാരുടെ ശരീഅത്ത് നിയമം നടത്താക്കാം. പോകുന്ന കടകളിലും സ്കൂളുകളിലും കോളേജുകളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം നമ്മന്റെ മതക്കാർക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥനാ മുറികൾ ഒരുക്കി കൊടുക്കാം. അത് കുറച്ച് പ്രാർത്ഥനാ മുറികൾ എന്ന നിലയ്ക്ക് മാറിയിട്ട് അത് പിന്നീട് മോസ്കായിട്ടും
മസ്ജിദായിട്ടൊക്കെ മാറ്റിയെടുക്കാം. അങ്ങനെ കേരളവും ഇന്ത്യയൊക്കെ പതുക്കെ പതുക്കെ നിങ്ങൾ മൗനം പാലിക്കുന്നത് നിങ്ങളുടെ തലമേൽ കയറി വരുന്ന സുനാമിയാണെന്നുള്ളത് പോലും മനസ്സിലാക്കാതെ പോകുന്ന ഈ അപകടം ഉണ്ടല്ലോ, എവിടേക്ക് ചെന്ന് വീഴാൻ പോകും ദൈവത്തിന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇസ്രായേലിലാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു യഹൂദ രാഷ്ട്രമാണ്. അവരവരുടെ രാജ്യം നിലനിർത്താൻ വേണ്ടി എന്തും അവർ ചെയ്യാൻ തയ്യാറാണ്. മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെയൊക്കെ കാര്യമോ? കുറേ പേര് വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കയിലും അവിടെയും ഇവിടെയെല്ലാം, അതൊക്കെ താമസിയാതെ തുലുക്കൻ്റെ കയ്യിലേക്ക് വരും. ഇംഗ്ലണ്ട് ഏകദേശം ആയിക്കഴിഞ്ഞു, ജർമ്മനി പിന്നെ പറയണ്ട, പിന്നെ ഓസ്ട്രേലിയ പറയണ്ട, ഫ്രാൻസ് പിന്നെ ഒട്ടും പറയണ്ട. അങ്ങനെ ഏകദേശപ്പെട്ട എല്ലാ രാജ്യങ്ങളും തുലുക്കൻ്റെ കയ്യിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യവും സത്യവും ഇന്ന് ലോകത്തോട് തുറന്നു പറയാൻ ആരും തന്നെയില്ല. നിങ്ങൾ അപ്രതീക്ഷിക്കാത്ത സമയത്ത്, നിങ്ങൾ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്ത സമയത്ത്, നിങ്ങളുടെ തലയ്ക്കുമേൽ സുനാമി പോലെ എഴുന്നേറ്റ് മഹാസർപ്പം എണീറ്റ് വരുന്ന സമയത്ത് അന്ന് നിങ്ങൾ മനസ്സിലാക്കും. അന്ന് നിങ്ങളെല്ലാം തന്നെ കരഞ്ഞ് നിലവിളിച്ചാലും കാല് പിടിച്ചാലും ആരുടെ പോയി ആശ്വാസം കണ്ടെത്തും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രിയ സഹോദരങ്ങളെ. നിർത്തേണ്ട സമയത്ത് നിർത്താതെ പിന്നീട് മരം പോലെ വൃക്ഷമായി പോലെ പടർന്നു പന്തലിച്ചതിന് ശേഷം അതിന്റെ കൊമ്പ് വെട്ടാമെന്ന് പറഞ്ഞ് അതിന്റെ കൊമ്പിന്റെ മേളിൽ കയറിക്കഴിഞ്ഞാലുണ്ടല്ലോ, കയറുന്നവന്റെ കാലേ വാരി നിലത്തിടൂന്നല്ലാണ്ട് അതിനകത്തൊന്നും കയറി ഇരുന്ന് ഇനി വെട്ടാൻ പറ്റത്തില്ല. അതുപോലെ കുറേശ്ശെ 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 അവർ പന്തലിച്ചത് സമൂഹം അറിയുന്നില്ല. സണ്ണി ബാല 4 കെട്ടിയെന്ന്, അതാണ് ഇവിടുത്തെ വിഷയം. ബാല 4 കെട്ടിയെന്ന്. മണിക്കുട്ടന്റെ മറുപടി ഉള്ള നീ 5 കെട്ടെന്ന്. ഇവിടെ ഞാൻ സീരിയസ് ആയിട്ടും കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ബാല 4 കെട്ടിയെന്നത്. ആരാ കമന്റ് ഇട്ടിരിക്കുന്നുണ്ട്? സണ്ണി അത് ശരിയാ, ബാലയെ സമ്മതിക്കണം. ബാലയെ ബാല ഒറ്റയടിപ്പിന് 4 കെട്ടിയില്ല. ഒന്ന് ഡിവോഴ്സായി കെട്ടിയില്ല. നമ്മന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. ഒന്നിരിക്കുമ്പോ തന്നെ 4 കൂടി കെട്ടി ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാ. അതാണ് നമ്മന്റെ നാട്ടുകാരുടെ ഗുണമെന്ന് പറയുന്നത്, നമ്മന്റെ മതക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ്, ഞാനിപ്പോൾ ചിരിച്ചോണ്ട് പറയുന്നതിനാണെന്നറിയാം. ഇതൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ആരുടെയും തലച്ചോറിനകത്തൊന്നും ഇത് കയറാൻ പോണില്ലല്ലോ. പിന്നെ നീ എത്ര സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് എന്തായിരിക്കുന്നത്? ഞാൻ എത്ര പറഞ്ഞാലും പറയുന്നത് കേൾക്കുന്ന കുറച്ച് തുലവും ആൾക്കാർ കേട്ടിട്ട് എന്ത് ചെയ്യാനാ? അവർക്ക് എന്ത് ചെയ്യാനാ? പകച്ചിരിക്കാന്നേ ഉള്ളൂ. പകച്ചിരിക്കുക, പിന്നെ എന്ത് ചെയ്യുക? അയ്യോ ഇനി എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക, അത്രയല്ലേ ഉള്ളൂ. അല്ല നിങ്ങൾക്കൊന്നും പോയിട്ട് ഇനി ഇന്ത്യക്ക് മഹാരാജ്യത്തുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഒന്നും തിരുത്താൻ പറ്റത്തില്ലല്ലോ. കൈവിട്ട കളിയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അനിൽകുമാർ, മാഡം ഖൊമേനി ബോംബിങ്ങിൽ കാഞ്ഞു പോയതാണോ? ഖൊമേനി ബോംബിങ്ങിൽ കാഞ്ഞു പോയതല്ല, ഹാർട്ട് അറ്റാക്കിൽ പൊട്ടി ബോംബിങ് വീണതോടുകൂടി ഖൊമേനി എന്ന് പറഞ്ഞ് ഹാർട്ട് അറ്റാക്കിൽ ലീലാവി ജോർജ്, അത് സത്യവാ. തിരുവചനം അനുസരിച്ച് ഇതെല്ലാം നിവർത്തി വരണമല്ലോ, നിവർത്തി വരണം. പക്ഷെ നിവർത്തി തിരുവചനം അനുസരിച്ച് ഇതെല്ലാം വരും. ആ സമയത്ത് എത്ര പേര് നിങ്ങൾ പിടിച്ചു നിൽക്കും? ഇതാണ് എൻ്റെ ചോദ്യം. തിരുവചനം അനുസരിച്ച് ഇതെല്ലാം നിവർത്തി വരേണ്ടതാണ്. ഇതെല്ലാം നിവർത്തി വരുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ നിങ്ങൾ എത്ര പേര് പിടിച്ചു നിൽക്കും? എനിക്കതാ ചോദിക്കാനുള്ളത്. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. പിടിച്ചു നിൽക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഇതിനൊരു അവസാനമില്ല. ശുഭ ഷിൻഡോ, ഇതിനൊരു അവസാനമില്ല. ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കും. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനും ഇസ്ലാമിക രാജ്യമായി മാറും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അവന്മാരുടെ അജണ്ട അവന്മാർ പൂർത്തിയാക്കി എടുക്കുക തന്നെ ചെയ്യും. വെളിപ്പാട് ദനിയേൽ പ്രവചനം 12-ാം അധ്യായം 9-ാം അധ്യായം 12-ാം വാക്യം 8-ഓ 9-ഓ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ സത്യത്തെ നിലത്ത് തള്ളിയിട്ട് അവനവൻ്റെ കാര്യം സാധിപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ലോകം മുഴുവനും ഇസ്ലാം മതമായി മാറും. ആ ഒരു യാഥാർത്ഥ്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിത് പറയുന്നു.
ഇസ്ലാം സമൂഹത്തിന് കേൾക്കുമ്പോൾ ആനന്ദം ഉണ്ടാകുമായിരിക്കും. ആനന്ദം കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ആനന്ദിച്ചോ. പക്ഷേ കാലുമടക്കി നിങ്ങളെ അടിച്ച് നിലത്തിടാനായിട്ട് ഒലിവുമലയിൽ മഷിക വന്ന് കാല് ചവിട്ടും. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളെ കാലുമടക്കി അടിച്ചിടാൻ ഒലിവുമലയിൽ മഷിക കാല് ചവിട്ടും. പക്ഷെ ഒലിവുമലയിൽ മഷിക കാല് ചവിട്ടുമ്പോൾ ഒലിവുമലയിൽ മഷികയുടെ വരവിനെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ അത് കാണാൻ പറ്റൂ. അവിടെയും പ്രശ്നമുണ്ട്. അല്ലാതെ എല്ലാവർക്കും ഒലിവുമലയിൽ പോയി എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ്, ഈ ഫുഡൊന്നും ഞാൻ ഇസ്രായേൽ ഹായ്. ഓക്കെ, അതുകൊണ്ട് തിരുവചനം നിവൃത്തിയാകുന്നത് ഭാഗമായിട്ട് ഉറപ്പായിട്ടും എന്തു ചെയ്യും? ഇസ്രായേല് ലോകം മുഴുവനും ഇസ്ലാമിക രാജ്യമായി തീരും. അതോടുകൂടി ഒലിവുമലയിൽ മഷികയുടെ കാല് ചവിട്ടും. ലോകത്ത് രണ്ട് ശത്രുക്കൾ മാത്രമേ, രണ്ട് കൂട്ടരേ ഉണ്ടാകത്തുള്ളൂ. ലോകം മുഴുവനും ഇസ്ലാമും പിന്നെ യഹൂദനും. ഈ രണ്ടുമാണ് ഇനി യുദ്ധത്തിന് മുന്നേ. ക്രിസ്ത്യാനിയൊന്നുമില്ല, ഊളകൾ. യഹൂദനും ഇസ്ലാം മാത്രമായിട്ട് ലോകത്ത് മാറും. കാരണം യഹൂദന്മാർ ഒരിക്കലും ഈ മുറിയണ്ടികളുടെ മതം മാറി പോകത്തില്ല. അവനെ കൊന്നാലും അവൻ തന്റെ ദൈവത്തെ വിട്ടുള്ള കളി അവനില്ല യഹൂദന്. മനസ്സിലായോ? യഹൂദൻ കൊല്ലപ്പെടുന്നത് അവൻ യഹൂദനായതിന്റെ പേരിലും യൂത്ത് ഹേ വൗഖെ എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തെ അവൻ വിളിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അവൻ കൊല്ലപ്പെടുന്നത്. മനസ്സിലായോ? അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. അവരാണ് യഥാർത്ഥ രക്തസാക്ഷികളാകാൻ പോകുന്നത്. പക്ഷേ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, അയ്യോ നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരെ സംബന്ധിച്ചിടത്തോളം അവന്മാർ ഒരു വിലയും നിലയും നിങ്ങളുടെ വിശ്വാസത്തിന് തരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവസാനം അവർ തമ്മിലടിച്ച് മരിക്കുമെന്ന് കേട്ടിരുന്നു. ആര്? സുന്നികളും ഷിയകളുമോ? അതിനു മുമ്പേ കർത്താവ് അവന്മാരെ ശ്വാസത്താൽ ഊതി നിഗ്രഹിച്ച് കളയുമല്ലോ. എന്തായാലും ഇവന്മാർ തമ്മിലടിക്കുമല്ലോ, സുന്നിയും ഷിയയും. അവസാന നിമിഷം ഇവർ ലോകം മുഴുവൻ പിടിച്ചടക്കിയിട്ട് ഇവരിൽ ആരാണെങ്കിൽ ലാഫറ്റെന്ന് പറഞ്ഞിട്ട് തമ്മിലടി കാണുമല്ലോ. ജ്യോതി പ്രകാശ്, ഇവിടെ 4 കെട്ടിയാൽ സുബർഗത്തിൽ ഹൂറുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കുമോ? കൊടുക്കുമായിരിക്കും. 72x4. ഇവിടെ 4 കെട്ടിയാൽ സ്വർഗത്തിലെ ഹൂറുകളുടെ എണ്ണം കൂട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ബാലുശ്ശേരി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്ത് 2 കെട്ടിയിട്ട് പോകുന്നവന്മാരെ മുത്തുകളിൽ വെച്ചിട്ട് അള്ളാഹു സുഖിപ്പിക്കുന്ന പ്രത്യേകം മുത്തുപോലുള്ള കവാടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അതിനകത്ത് ഈ മരിച്ചു പോകുന്ന 2 കെട്ടി പോകുന്നവരെ എല്ലാം സ്വർഗത്തവിടെ വെച്ചിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്നവരെ, ഞാൻ പറയുന്നതെല്ലാം നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കണം. ലോകം മുഴുവൻ ഇസ്ലാം മതമായി തീരും. കാരണം എതിർക്കാനും ചെറുത്തു നിൽപ്പാനും ആർക്കും വയ്യ, ആർക്കും പറ്റില്ല. ഇനി ഇവരെ എതിർക്കാനും ചെറുക്കാനും പറ്റത്തില്ല. കാരണം എല്ലായിടത്തും മതപ്രീണനവും ഇവരുടെ ന്യൂനപക്ഷം എന്ന് പേരുള്ള രീതിയിലുള്ള പ്രീണനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സംരക്ഷിക്കാൻ പാടുപെടുക കിടന്ന് എല്ലാവരും. ഇവരെ സംരക്ഷിച്ച് എന്തോ വലിയ നേട്ടങ്ങൾ, അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ പാടുപെടുന്നു. ആരാ അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ പാടുപെടുന്നത്? ഗവൺമെന്റ്. നോക്കിക്കോണേ. എടാ, അവനവന്റെ മതത്തിലുള്ളവരല്ലേ അവരവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത്. ഇപ്പൊ ക്രിസ്ത്യാനിയുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടത് ആരാണ്? ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് അവനവനല്ലേ. ഞാൻ സ്വർഗത്തിൽ പോകണോ വേണ്ടയോ, ഞാൻ നല്ല ക്രിസ്ത്യാനിയെ ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ ക്രിസ്ത്യാനിയുടെ വിശ്വാസം സംരക്ഷിക്കേണ്ട ക്രിസ്ത്യാനിയല്ലേ. ഹിന്ദുവിന്റെ വിശ്വാസം സംരക്ഷിക്കേണ്ട ഹിന്ദു അല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഇസ്ലാമിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പാടുപെട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഗവൺമെന്റും പാടുപിടിക്കുക ഇസ്ലാമിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഞാനൊരു സത്യം നിങ്ങളോട് തുറന്നു പറയട്ടെ, മോദിക്ക് വരെ പേടിയാണ് ഇവന്മാരെ. സത്യമായിട്ടും നിങ്ങൾ വിശ്വസിക്കണം. ഇവന്മാർക്കെതിരെ ചേർത്ത് നിൽക്കാൻ മോദിക്ക് പോലും കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇന്ത്യ പിടിച്ചടക്കൂന്ന് പറഞ്ഞിട്ട് ഇവന്മാര്.
ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ പോലും ഒരു 100 പ്രാവശ്യം ആലോചിച്ചാലേ ഇവന്മാർക്കെതിരെ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവന്മാർക്കെതിരെ ഒരു നിയമം ചുമ്മാ കൊണ്ടുവരാൻ പറ്റത്തില്ല. എടാ, അതൊക്കെ എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. മതനിന്ദ എന്ന പേരിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന തോന്നിവാസം അതിനെടുത്ത് കളയാവുന്നതേ ഉള്ളൂ. നിയമം പാസ്സാക്കാനായിട്ട് ഇവർക്ക് 10 വർഷം ഇവർ ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്നതല്ലേ. എന്നിട്ടും ഇവർക്ക് എന്തേ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത്? കാരണം ഭയമുണ്ട്. ഇവർ സംഘടിതമായി കൂടിയാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് വളരെ ഭയമുള്ളത് കൊണ്ടാണ് ഇവർക്കെതിരെ ഒരു നിയമവും പാസ്സാക്കാൻ ആർക്കും ഇതുവരെയും കഴിയാതെ പോയത്. ഇനി ഒട്ടും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഉണ്ടായിക്കഴിഞ്ഞു. ഇനി കലാപങ്ങളും അതും ഇതുമൊക്കെ ഇവന്മാർ അഴിച്ചുവിടും. ഇനി അഥവാ എന്തെങ്കിലും നിയമം പാസ്സാക്കാൻ വല്ല തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആരുണ്ട്? നിങ്ങളൊന്ന് ചിന്തിക്കുകയും നിങ്ങൾ തന്നെ തലച്ചോറ് ചിന്തിക്കുകയും. നൂപുർ ശർമ്മ എന്ന് പറയുന്ന സ്ത്രീയും BJP ഇരുന്നു കൊണ്ട് എടാ അവിടെ ദൈവത്തിന് വന്നതെന്ന് കുറ്റം പറഞ്ഞപ്പോൾ അവിടെ തിരിച്ചും കുറ്റം പറഞ്ഞു. സംഘടിതമായവരൊന്നു ചേർന്നിട്ട് നൂപുർ ശർമ്മയെ ആക്രമിക്കാൻ നോക്കിയപ്പോഴത്തേക്കും BJP പോലും കൈയഴിഞ്ഞതാ നൂപുർ ശർമ്മയെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. BJP പോലും നൂപുർ ശർമ്മയെ ഒരു സ്ത്രീയായിരുന്നിട്ട് പോലും സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല അവരെ കൊണ്ട്. അവക്ക് മേളിൽ മതനിന്ന കുറ്റം ചുമത്തി കേസ് വരെ എടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. അപ്പോൾ അങ്ങനെ BJPയിലുള്ളൊരു BJP പ്രവർത്തിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് പോലും സ്വന്തം മതത്തെ അപമാനിക്കുമ്പോൾ തിരിച്ചു മറുപടി കൊടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ആ നിയമം വെച്ചിരുന്നത് കൊണ്ടല്ലേ. അപ്പം തൂക്കിയെടുത്ത് കാറ്റിൽ പറത്തിയെങ്കിലോ ആ നിയമം എടുത്തു വെച്ചിട്ട് മോദി സർക്കാർ അന്നേ ചെയ്തിരുന്നെങ്കിലോ? ചെയ്തില്ല. അപ്പോൾ ഇനി മോദിക്ക് പോലും ഇതിൽ നിന്നൊരു മാറ്റം ഇന്ത്യക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. മോദിക്കല്ലേ ഇപ്പൊ ഇന്ത്യയിൽ ഡിജിറ്റൽ ഇന്ത്യയൊക്കെ ആക്കി മാറ്റാവുന്നല്ലാണ്ട് ഈ മതക്കാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യ രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയും വേണ്ട. ഇവന്മാർ ഓരോ ദിവസം കഴിയുമ്പോഴും ആധിപത്യം കൂട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഹൈക്കോടതിയിലെ നിയമം 4 കെട്ടാൻ തീരുമാനിച്ചത്. ഏക സിവിൽ കോഡ് പറഞ്ഞു വർഷമായി. ഇപ്പം 11ാം വർഷം കടന്നു പോയിക്കൊണ്ടിരിക്കുക. 11ാം വർഷത്തിലേക്ക്. മനസ്സിലായോ? എന്നിട്ട് ഏക സിവിൽ കോഡ് വല്ലതും വന്നിട്ടില്ല. 10 വർഷം ഭൂരിപക്ഷത്തോടെ ഒറ്റയ്ക്ക് നിന്ന് ഭരിച്ചപ്പോൾ പോലും അവർക്ക് പല നിയമങ്ങളും പാസ്സാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പാസ്സാക്കി എടുത്തില്ല. അപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇനി നിങ്ങളതിന് ഓർത്ത് ഇന്ത്യക്ക് മാറ്റം വരും, ഇന്ത്യയെ തുലുക്കന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും എന്നൊന്നും വിചാരിച്ച് നടക്കത്തില്ല പ്രിയ സഹോദരങ്ങളെ. ഇന്ത്യക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. വിജയ് ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ വിജയ് ഇറങ്ങിയിരിക്കുക. വിജയ്ക്ക് ഫാൻസായിട്ട് വന്നിരിക്കുന്നത് മുഴുവനും ആരാണെന്നറിയാമോ? വിജയ്ക്ക് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നത് ഇസ്ലാം മതത്തിൽപ്പെട്ടവരാ. അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങൾ. ഇത് എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. വിജയ് മോദി ഭരണത്തെ എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. 2026 വിജയ് ഭരണം പിടിക്കുമെന്നാണ് പറയുന്നത്. ഇവന്മാർക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇവനെല്ലാം നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഈ തുലുക്കന്മാർക്ക് വേണ്ടിയിട്ടാ. ട്രീസ ഡി ഡിസൂസ, ബിൻസി ടി. ഓ റിയലി? അയ്യോ, സത്യമായ കാര്യമാ. സത്യമായ കാര്യമാ. വിജയ് നിൽക്കുന്നത് മുഴുവനും ഇസ്ലാമിക സപ്പോർട്ടോടുകൂടിയാണ് വിജയ് മുന്നോട്ട് പോകുന്നത്. ഇസ്ലാമിക കൂട്ടരുടെ സപ്പോർട്ടിന്റെ പിൻബലത്തിലാണ് വിജയ് മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് വിജയുടെ പാർട്ടിക്കകത്ത് കയറി വന്ന് ഇസ്ലാം സമൂഹത്തിലുള്ളവർ കയറി വിജയുടെ പാർട്ടിയിൽ ഭരണം പിടിക്കാനാണ് നോക്കുന്നത്. തമിഴ്നാടിന്റെ ഭരണം എങ്ങനെ പോകുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ന് നിങ്ങൾ കാണണമായിരുന്നു തമിഴ്നാട്ടിൽ അതായത് തമിഴ്നാട്ടിൽ വേറൊരു രീതിയുണ്ട്. ഈ സിനിമാ നടന്മാരുടെ ഇതിനു വേണ്ടിയിട്ട് ജീവനെ കൊടുക്കാനും ആൾക്കാരുണ്ട്. ഈ ആൾക്കാര് രാജേഷ് വട്ടക്കാലം മാമോൻ അവരുടെ കയ്യിലല്ലേ? അതെ, മാമോൻ അവരുടെ കയ്യിലാണ്. അതുകൊണ്ടാണ്. അപ്പോൾ 2026 ഭരണം പിടിക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്തോട്ട് ആരാ കയറുന്നത്? മുസ്ലിങ്ങളാണ് കയറുന്നത്. വിജയുടെ പിൻബലത്തിൽ നിന്നും മുസ്ലിം ഭരണമാണ് ഇനി തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത്. ഷിജു പാമ്പാടി പിണറായി വിജയനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പിണുങ്ങാണ്ടി വിജയനെ കുറിച്ച് എന്താ അഭിപ്രായമുണ്ട്? അത് മണ്ണിനോട്ട് കാലും നീട്ടിയിരിക്കുന്ന ഒരു പടുകിളവൻ, അത്രയേ ഉള്ളൂ. ആ കിളവൻ ഏത് നേരവും മണ്ണിനോട്ട് കാല് നീട്ടിയിരുന്നിട്ട് കേരളത്തിനെ വിറ്റ് മരുമോന്റെ കയ്യിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വഖഫ് പണ്ട് രാജാക്കന്മാരെന്ത് ചെയ്തു? കേരളത്തിന്റെ പല സ്വത്തുക്കളും ഇന്ത്യയുടെ സ്വത്തുക്കൾ മുഴുവനും വഖഫിന് എഴുതി വെച്ചതുപോലെ പിണുങ്ങാണ്ടി കേരള മഹാരാജ്യം തന്റെ മരുമകന്റെ കാൽ കീഴിൽ അടിയറവ് വെച്ചിട്ട് ജീവിക്കുന്ന ഒരു പിണുങ്ങാണ്ടി മാത്രം, അത്രയേ ഉള്ളൂ.
കൃപാസാഗരിക ഈ ഇസ്ലാം മുസ്ലിം സമൂഹം കൂടിക്കൂടി വന്നാൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കത്തില്ല. നിങ്ങളെല്ലാം മതം മാറി അവന്മാരുടെ മതത്തിന്റെ അടിമയായി ജീവിക്കണം, അത്രയേ ഉള്ളൂ. അതാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇസ്ലാമിക രാജ്യമായിരിക്കുന്ന ഖത്തറും ഇതും സൗദിയും അവിടെ ഇവിടെയെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുന്ന 56 രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യമാണ് ലോകത്ത്. ഈ 56 രാജ്യങ്ങളിലും നിങ്ങൾ വിചാരിക്കുന്ന ഇസ്ലാമിക രാജ്യത്ത് മുഴുവനും ഇസ്ലാമികളാണോ താമസിച്ചുകൊണ്ടിരുന്നത്? അവിടെ താമസിച്ചുകൊണ്ടിരുന്ന യഹൂദനും ക്രിസ്ത്യാനിയും ഒക്കെയാണ്. അവരെ കൊന്നും കൊല വിളിച്ചും അവരെ അടിച്ചു കൊന്നും അല്ലാതെ മതം മാറ്റിയും ഒക്കെയാണ് അവന്മാർ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തുള്ള ബാക്കി ഉള്ള രാജ്യം മുഴുവനും 3/4 ഭാഗവും ഇസ്ലാമാണ്. കാരണം അവർ പെറ്റുപിരുകി കൂടിയിട്ടുണ്ട്. അവർ പെറ്റുപിരുകി ടെക്കി പെർഫെക്റ്റ്. അതെ, ഇന്ന് ഞാൻ ലൈവ് വരാതിരുന്നത് അതുകൊണ്ടാണ്. ഞാൻ ബസ്സിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത്, നമ്മുടെ ബസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരാൾ മരിച്ചു, ബാക്കി 32 പേര് ഹോസ്പിറ്റലിലാണ്. ഒരു ട്രക്ക് വന്നിട്ട് ഇടിച്ചു കയറിയതാണ് ബസ് സ്റ്റോപ്പിനകത്തോട്ട്. അങ്ങനെ കുറേ പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ടെലവിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്തു. ട്രാഫിക് ഇങ്ങനെ കറങ്ങി ചുറ്റി ഇട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് ലൈവ് ചെയ്യാനും താമസിച്ചെന്നുള്ളത്. ബാഹുല്യൻ ശൈലജ, RSSനെ കൊണ്ട് ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. RSSനെ ഒന്നും കൊണ്ടൊന്നും ഇന്ത്യയിലൊന്നും മാറ്റം വരാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഈ ഭരണഘടന കൊടുക്കുന്ന സ്വാതന്ത്ര്യം അനുസരിച്ച് ഇവരെ വളരാൻ വിടുകയാണ്. ഇവരുടെ നിയമങ്ങളെ എടുത്തു മാറ്റാതെ ഇവരെ വീണ്ടും വീണ്ടും വളരാൻ വിട്ടുകഴിഞ്ഞാൽ, തുല്യനീതി നടപ്പാക്കാതെ ഇവർക്ക് മാത്രം പ്രത്യേക നീതി നടപ്പാക്കി കൊടുത്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ ഇവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഗവൺമെന്റുകൾ പാടുപെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൈവിട്ട് കളിയാണ് നിങ്ങൾ കളിക്കുന്നത്. ഞാൻ അതാ പറഞ്ഞത്, റീന പറഞ്ഞത്, നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡയറിക്കകത്ത് കുറിച്ചു വെച്ചോ. ഇത് സംഭവിക്കാൻ അധികം നാളുകളില്ല. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ബാക്കിയുള്ളവരെല്ലാം പേടിച്ചിട്ട് മുട്ടുകാല് വിറച്ചിട്ട് ഇവരുടെ നിയമങ്ങൾക്ക് അനുകൂലമായി വീണ്ടും വീണ്ടും വിധി എഴുതിക്കൊണ്ടിരിക്കും. മതേതര രാജ്യമായ ഇന്ത്യക്കകത്ത് കോളാമ്പി ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നും ഹിന്ദു പള്ളികളിൽ നിന്നും നിരോധിച്ചു. എന്തേ മുസ്ലിം പള്ളികളിൽ നിന്നും നിരോധിക്കാത്ത? എന്തേ ആർക്കും ചങ്കൂറ്റമില്ലേ? ആരുടെയും കൈ പൊങ്ങത്തില്ലേ? ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന് പോലും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ 10 വർഷമായിട്ട്. പിന്നെ ഇവരെന്തോ നിലത്താനാ? ഒരു മണ്ണാങ്കട്ടിയും ഒരു ചുക്കും ആരും ചെയ്യാൻ പോകില്ല. എല്ലാം കണക്കെല്ലാം 19. മനസ്സിലായോ? ഒരു ചുക്കും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എല്ലാം കണക്കെല്ലാം 19. കോളാമ്പി 10 വർഷമായി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഭരിച്ചുകൊണ്ടിരുന്ന മതേതര രാജ്യമാണ്. വേണമെങ്കിൽ മൈക്ക് വെച്ച് ബോക്സ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക. കോളാമ്പി ഇവിടെ എല്ലാം ഇന്ത്യക്കകത്ത് മൊത്തം കോളാമ്പി നിരോധിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യൻ പള്ളികളും ഹിന്ദു പള്ളികളും എല്ലായിടത്തും കോളാമ്പി നിരോധിച്ചത് കൊണ്ട് മുസ്ലിം പള്ളികൾക്കും ഇനി കോളാമ്പി പാടില്ലെന്ന് ഒറ്റ വാക്യം ഒരു പ്രസ്താവന ഇറക്കിയാൽ മതിയല്ലോ. പക്ഷെ ചെയ്തോ അവര്? അപ്പൊ എന്താ, ക്രിസ്ത്യാനിയും ഹിന്ദുവും ഇവന്റെയൊക്കെ കാലിന്റെ കീഴിൽ കിടക്കുന്ന സാധനങ്ങളോ? ഞാൻ അറിയാണ്ട് ചോദിക്കുവാ. ഇവനൊക്കെ അങ്ങ് കൊമ്പത്തിരിക്കുന്ന അവന്റെയൊക്കെ മതരാജ്യത്തിരിക്കുന്നത് പോലെ അവന്റെ സകല ആനുകൂല്യങ്ങളും അവൻ പേറി ജീവിക്കും. ബാക്കി ഹിന്ദുവും ക്രിസ്ത്യാനിയും എന്ന് പറയുന്ന ഇവന്മാർ 2ാം കിട പൗരന്മാരും 3ാം കിട പൗരന്മാരും ഇവരുടെ കാലിന്റെ അടിയിൽ കിടക്കുന്നവരുമോ? ഇത് മതരാജ്യത്ത്, ഇസ്ലാമിക മതരാജ്യത്തിലുള്ള സെയിം രീതിയാണല്ലോ ഇവിടെ നടക്കുന്നത്. അനിൽകുമാർ, യോഗി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. യോഗി എടുത്ത് കളഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇന്ത്യ മഹാരാജ്യം, മൊത്തത്തിൽ ഇന്ത്യ മഹാരാജ്യം, യോഗി മാത്രം എടുത്ത് കളഞ്ഞാൽ മതിയോ? ഇന്ത്യ മഹാരാജ്യം മൊത്തത്തിൽ ഇന്ത്യ മഹാരാജ്യമല്ലേ? യോഗി എടുത്ത് കളഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഞാനും കൂടി ചെക്ക് ചെയ്യട്ടെ. മനസ്സിലായോ? അപ്പോൾ കോളാമ്പി എന്ന് പറയുന്നത് അവർക്ക് മാത്രം വിളിച്ചു പോവാനൊരിത്, മദ്രസകള് അവർക്ക് മാത്രം ആനുകൂല്യങ്ങള് കോടതി, സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാലാവകാശ കമ്മീഷൻ മദ്രസകളുടെ മേൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. മദ്രസകൾ നിരോധിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞു. തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്ന മദ്രസകൾ നിരോധിക്കണമെന്ന് പറഞ്ഞു. പല മദ്രസകൾക്കും ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ത്യയിലെ സുപ്രീം കോടതി സ്റ്റേ വെച്ചിരിക്കുകയാണ്. അതായത് അതിന് അർത്ഥം എന്താണ്? മദ്രസകൾ ആവശ്യമാണ്, മദ്രസകൾ നടത്തണം, മദ്രസകൾക്ക് പണം കൊടുക്കണം. ആരുടെ പണം എടുത്തു വെച്ചാ കൊടുക്കുന്നത്? ഇത് ആരുടെ പണം വെച്ചാണ് കൊടുക്കുന്നത്?
ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും വരുമാനവും കൂടിയാണ്, അവൻ്റെ നികുതി പണവും കൂടി ചേർത്ത് വെച്ചിട്ട് അവന്മാർക്ക് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന കാര്യമല്ലേ ഞാൻ പറയുന്നത്? ഇത് മതരാജ്യത്ത് നടക്കുന്ന കഥയൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത്. ഇത് മതരാജ്യത്ത് നടക്കുന്ന കഥയാണോ പറയുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും തലയെറുക്കാൻ പഠിപ്പിക്കുന്നതിന് ഇന്ത്യ മഹാരാജ്യം ഒത്താശ ചെയ്യുന്നു. മദ്രസകൾക്ക് പണം കൊടുത്തിട്ട്. എന്തേ, നാട്ടിൽ ജീവിക്കുന്നവരൊക്കെ പൊട്ടന്മാരാണോ? എടാ, നിയമത്തിൻ്റെ വഴിയിലിരിക്കുന്ന, നിയമത്തിൻ്റെ പാലകന്മാരായിരിക്കുന്ന, നേതൃത്വ നിലയിൽ നിൽക്കുന്ന MP-മാരാകട്ടെ, MLA-മാരാകട്ടെ, മന്ത്രിമാരാകട്ടെ, ഇതിനെക്കുറിച്ച് അന്വേഷണിക്കാനൊന്നും ഇവർക്കൊന്നും അറിയത്തില്ല. ഇതവിടെ എന്താ നടക്കുന്നത്, മദ്രസകളിൽ എന്താ നടക്കുന്നത് എന്നുള്ളതും ആർക്കും അറിയത്തില്ല. എന്താ കുഞ്ഞുവാവകളാണോ ഇതിനെ നിരോധിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നത്? ഇവരൊക്കെ കുഞ്ഞുവാവകളാണോ? അല്ലല്ലോ. ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എങ്കിലും മൗനം, ഈ മൗനമാണ് മക്കളെ, അടിയാണ് ഇവൻ്റെയൊക്കെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. മൗനമാണ്. എന്നും എന്നും മൗനം പാലിച്ച് സ്കൂളുകളിൽ, പിന്നെ കോളേജുകളിൽ, പിന്നെ തുണിക്കടകളിൽ, അവിടെയും ഇവിടെയും മുക്കിലും മൂലയിലും എല്ലാം എന്ത് ചെയ്യുകയാണ്? ഇന്ന് നിസ്കാര മുറികൾ ചോദിക്കുകയാണ്. എടാ, നിസ്കരിക്കാൻ താല്പര്യമുള്ളവൻ പോയി കക്കൂസി പോയി നിസ്കരിക്കട്ടെന്ന് പറയണം. നിനക്ക് അത്രയ്ക്ക് നിസ്കരിക്കാൻ മുട്ടി നിൽക്കുന്നെങ്കിൽ, മൂത്രം ഒഴിക്കാൻ മുട്ടുന്നത് പോലെ നിസ്കരിക്കാൻ മുട്ടി നിൽക്കുന്നെങ്കിൽ ആ കക്കൂസിനകത്ത് പോയിട്ട് മൂലയ്ക്കകത്ത് പോയി മൂത്രം ഇടാന്ന് മുഖത്ത് നോക്കി പറയണം. ഇല്ലെങ്കിൽ നിന്റെ മസ്ജിദിനകത്ത് പോയി നിസ്കരിക്കുക. ഇവിടെ ഒന്നും നിസ്കരിക്കാനുള്ള റൂമൊന്നുമില്ല എന്ന് പറയേണ്ടതിന് പകരം അവർക്ക് നിസ്കാര മുറി ഒരുക്കി കൊടുക്കുന്നു. കാരണം അവർ മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കുന്നവർ. ബാക്കി ഹിന്ദുവും ക്രിസ്ത്യാനിക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ഹിന്ദുവിൻ്റെ അമ്പലത്തെയും പോകണം, ക്രിസ്ത്യാനിയുടെ പള്ളിയും പോകണം. ബാക്കി നമ്മൻ്റെ ആൾക്കാർക്ക് എവിടെ നിന്നാലും പ്രാർത്ഥിക്കാൻ നിസ്കാര മുറി ഉണ്ടാക്കി കൊടുത്ത് അവിടെ പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലേ തള്ളാഹു കേൾക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ തെരുവിൽ എന്ത് ചെയ്യും? പോയിരുന്ന് ട്രാഫിക് ബ്ലോക്കിനകത്ത് കയറിയിരുന്ന്, നമ്മൾ സീബ്ര ലൈനിനകത്ത് കയറിയിരുന്ന് വേണമെങ്കിൽ നമ്മൾ നിസ്കരിക്കും. അതല്ലേ നടക്കുന്നത്? സിനി പി ഷൈജു ഇസ്രായേലിൽ എന്താ കോളാമ്പി നിർത്താത്തത്? ഒന്നാതേ ഇസ്രായേലിനെ ജീവിക്കാൻ വിടുന്നില്ല. ഇനി ഇസ്രായേലിൽ കോളാമ്പിയും കൂടി നിർത്തി കഴിയുമ്പോഴത്തേക്കും ഇസ്രായേലിന്റെ മുഴുവൻ ലോകരാജ്യങ്ങൾ മുഴുവനെ ഏറി കയറ്റി നിർത്താനോ? അയ്യോ, ഇസ്ലാം മതക്കാർക്ക് ഭീഷണി നേരിട്ടിരിക്കുന്നു, ഇസ്ലാമിൽ അവിടെ പ്രാർത്ഥിക്കാനുള്ള എന്ന് പറഞ്ഞിട്ട്, ഇതിവിടെ ജനാധിപത്യ രാജ്യമായത് കൊണ്ടാണ് അവരവരുടെ രീതിക്ക് പ്രാർത്ഥിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഇസ്രായേൽ വിടുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇസ്രായേലില് കോളാമ്പി നിരോധനം ഒന്നും ഇസ്രായേലിലില്ല. ഇസ്രായേലിൽ കോളാമ്പി നിരോധനം ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരുടെ കോളാമ്പി എന്തെങ്കിലും അടച്ചു പൂട്ടിയനെയായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ. ഇന്ത്യയിൽ കോളാമ്പി നിരോധനമുണ്ട്. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കോളാമ്പി ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മന്റെ മതക്കാർക്ക് മാത്രമേ കോളാമ്പി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ടെക്കി പെർഫെക്റ്റ്. അതെ, സുപ്രീം കോടതിയെ സംഘി എന്ന് വിളിക്കും. മുത്തലാഖ് പൗരത്വ നിയമം വന്നപ്പോഴൊക്കെ മദ്രസ നിരോധിക്കണം എന്നതിനെ സുപ്രീം കോടതി റദ്ദാക്കിയപ്പോൾ ഹലാൽ കോടതിയായി. ഇപ്പോൾ കോടതി ഹലാലുമായി അവന്മാർക്ക്. ബിൻസി അത് തന്നെ. Then they will start crying like babies. These people are not allowing to us. അയ്യോ, ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെ പറയും ഇസ്രായേൽ കൂട്ടും ചതിയാണ് ചെയ്യുന്നത്, അവിടെ ന്യൂനപക്ഷ പീഡനം നടക്കുകയാണ്, അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾക്കൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല, അവർക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തേനെ ഇവിടെ കരഞ്ഞ് നിലവിളിക്കും ഈ കൂട്ടങ്ങള്. അയ്യോ, ഈ പന്നിക്കൂട്ടങ്ങളുടെ കരച്ചില് ഇനി ഞാനിത് പറഞ്ഞാൽ കൂടിപ്പോകും പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ ചുറ്റുപാടും താമസിക്കുന്ന ഒരു മുസ്ലിമിനെയും നിങ്ങൾ വിശ്വസിക്കരുത്, ഓരോരുത്തനെയും നിങ്ങൾ വിശ്വസിക്കരുത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ടോ വർഗീയത റീന പറയുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ. അവൻ സ്നേഹിച്ച് നിന്നെ നെക്കിയും കൊല്ലും, സ്നേഹിച്ച് നിന്നെ നക്കിയും കൊല്ലും, ദ്രോഹിച്ച് നിന്നെ നെക്കിയും കൊല്ലും. കാരണം അവന്റെ മതമാ വലുത്. ഏതൊരു മുസ്ലിമും കുഞ്ഞു പ്രായത്തിലെ അവന്റെ മദ്രസകളിൽ പഠിപ്പിച്ചു വെച്ച് അവന്റെ മതത്തിന്റെ പ്രീണനം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് മനുഷ്യനോടുള്ള പ്രീണനം, മനുഷ്യ സമൂഹത്തോടുള്ള പ്രീണനം. പിന്നെ ആരെങ്കിലും ഒക്കെ ജനിച്ചു പോയതിന്റെ പേരിൽ ഈ മതത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുന്നവന്മാരും മിണ്ടാതെ വായും പൂട്ടിക്കെട്ടിയിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനൊന്നും ഒരുത്തനും ഈ മതത്തിൽപ്പെട്ടവനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. ഈ മതത്തിൽപ്പെട്ടവൻ വരത്തുമില്ല.
നിങ്ങൾക്കറിയത്തില്ല ഇസ്ലാമിനെ പഠിക്കാൻ ഇനിയെങ്കിലും ജനം മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാ. നിങ്ങളുടെ സമൂഹത്തിനകത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മതചിന്തകളും കൊണ്ട് നടക്കുന്നവന്മാരാ. നിങ്ങൾ തുലോം എണ്ണാൻ പറ്റുന്ന ആൾക്കാരൊക്കെയേ ഉള്ളൂ ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത്. പക്ഷെ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? തുലോം ആളുകൾ മാറി ചിന്തിക്കുന്നവർ കാണുമായിരിക്കും, പക്ഷെ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ ഇപ്പം ഗാസയിൽ തന്നെ നിങ്ങൾ നോക്കിയേ, ഹമാസ് തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തു ഗാസേനെ. അതിനകത്ത് കുറച്ചുപേര് മാറി ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോഴും യാഹിയ സിൻവാർ ചത്തു ഒലഞ്ഞപ്പോഴത്തേക്കും ഗാസയിലുള്ള പലരും എന്ത് ചെയ്തു? ഐ ലവ് ഇസ്രായേൽ എന്ന് പറഞ്ഞു ഇസ്രായേലിന് ഉമ്മ കൊടുക്കുന്നവരുണ്ടായിരുന്നു. അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവന്മാരെ ഹൈജാക്ക് ചെയ്യുന്ന രാജ്യത്ത് കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ മനസ്സിലാക്കണ്ടേ, ഈ പൊട്ടന്മാരുടെ രാജ്യത്ത് ഇവന്മാര് തന്നെ എന്ത് ചെയ്യും? നേതാക്കന്മാരായിട്ട് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവൻ മിണ്ടാതിരിക്കുക എന്നുള്ളത്. അവരുടെ കൂട്ടത്തിൽ നിങ്ങളും ചാകാൻ കിടക്കുകയല്ലേ. ജനമേ, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? അന്ത്യകാലം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ബലം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഇനി നിങ്ങൾക്ക് മരണമേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ജീവിതമൊന്നുമില്ല. ജോയ് KP, 1,50,00,000 യഹൂദ മക്കൾ ദൈവത്തിന്റെ മക്കൾ ഈ ലോകത്തുള്ളത് കാരണം ഈ അടുത്ത കാലത്ത് സാത്താൻ ഭരണം ലോകത്ത് നടക്കാൻ പോകുന്നില്ല. ആര് പറഞ്ഞു? ലോകത്ത് മുഴുവനും സാത്താൻ ഭരണം നടക്കും. ഇസ്രായേലിൽ ദൈവത്തിന്റെ മക്കളുടെ ഭരണവും നടക്കും. ഇസ്രായേലിൽ ദൈവത്തിന്റെ ഭരണം നടക്കും. ലോകം മുഴുവനും ദൈവത്തിന്റെ അല്ലല്ലോ. ലോകം മുഴുവനും സാത്താൻ തീരെഴുതി എടുത്തു കഴിഞ്ഞു. ഈ ലോകത്തിന്റെ പ്രഭു എന്ന് സാത്താനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ കർത്താവൊന്നും ഈ ലോകത്തിന്റെ പ്രഭു ഒന്നുമല്ല. കർത്താവ് ഇസ്രായേലിന്റെ പ്രഭുവാ. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെയും ഇസ്രായേൽ രാജ്യത്തിന്റെയും ഭരണമൊന്നും പിടിച്ചെടുക്കാനായിട്ട് സാത്താന് പറ്റില്ല. പിന്നെയോ ഈ ലോകത്തിന്റെ ഭരണം മുഴുവനും സാത്താൻ പിടിച്ചെടുക്കും. അത് ഉറപ്പായ കാര്യമാണ്. അത് കുറിച്ചു വെച്ചോ, അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുക. ഈ ലോകത്തിന്റെ ഭരണം മുഴുവനും സാത്താൻ പിടിച്ചെടുക്കും. നോക്കൂത്തികളെ പോലെ എല്ലാ രാജ്യത്തിലെയും ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും അവർ ഭൂരിപക്ഷമായി കിടക്കുക. ഹിന്ദുവും ക്രിസ്ത്യാനിയും നോക്കുകുത്തിയെ പോലെ ഒന്നിലും മതം മാറും, ഇല്ലെങ്കിൽ ഇവന്റെ അടിമകളായി ചത്തൊടുങ്ങും. അതേ നടക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. കുറച്ച് പേര് കേട്ടിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റീന? നമ്മൾ മാറി ചിന്തിക്കുമ്പം ഈ മനുഷ്യ കുഞ്ഞുങ്ങള് നമ്മൾ മാറി ചിന്തിക്കുമ്പോഴത്തേക്കും അങ്ങനെ ചിന്തിക്കാൻ പാസ്റ്റർമാരും പുരോഹിതന്മാരും ഇസ്ലാമിക് ക്രിസ്തീയ സമൂഹം ഒന്നടങ്കം തീരുമാനിക്കുന്നില്ലല്ലോ. ഷലോം ഇസ്രായേൽ, അതെ, കടകളുടെ പേര് പോലും ഇപ്പോൾ ഇവന്മാർ മാറ്റി. സുപ്രഭാതമെന്നും ഗുരുപ്രസാദെന്നും ശരവണ ഭവനെന്നും ഒക്കെ നിങ്ങൾ കടകൾ കാണുമ്പോഴത്തേക്കും ശരണഭവൻ സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞു പോയി ഇത് തിന്നുമ്പോഴും ജിപേയും ഗൂഗിൾ പേയും ചെയ്യുമ്പോൾ സലാഹുദ്ദീന്റെ പേരിലും മുഹമ്മദ് സലീഫ് എന്നുള്ള പേരിലും ഒക്കെ സൈനുദ്ദീൻ എന്നുള്ള പേരിലും ഒക്കെയാണ് എൻ്റെ ജിപേയുടെ ഉടമസ്ഥന്റെ പേര് കിടക്കുന്നത്. കാരണം വിറ്റുപിറക്കി പോകുകയാണ്. കാരണം ഹിന്ദുവിന്റെ കടയിലും ക്രിസ്ത്യാനിയുടെ കടയിലും സാധനം മേടിക്കാൻ ആളുകളില്ല. ഹിന്ദുവിന്റെ കടയിലും ക്രിസ്ത്യാനിയുടെ കടയിലും സാധനം മേടിക്കാൻ ആളുകളില്ല. പിന്നെയോ നമ്മന്റെ മതക്കാർ കൂട്ടമായിട്ട് നമ്മന്റെ മതക്കാരുടെ കടയിലേ സാധനം മേടിക്കത്തുള്ളൂ. അപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഈച്ചയടിക്കുന്നത് കൊണ്ട്, കാരണം ഹിന്ദുവും ക്രിസ്ത്യാനിയും മതേതരം മൂത്തവരല്ലേ, അവർ നമ്മന്റെ മതക്കാരുടെ കടയിലും പോയി മേടിക്കും. ഹിന്ദുവും ക്രിസ്ത്യാനിയും സ്വന്തം മതക്കാർ കടയിട്ടാലും അതിനകത്ത് പോയി മേടിക്കത്തില്ല. പിന്നെയോ നമ്മന്റെ മതക്കാരുടെ കടയിൽ പോയിരുന്നേ വാങ്ങിച്ച് തിന്നു. അങ്ങനെ വരുമ്പോൾ നമ്മന്റെ മതക്കാരെന്ത് ചെയ്യും? വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മന്റെ മതക്കാർ കൂട്ടമായിട്ട് നമ്മന്റെ മതക്കാരുടെ കടയിലെ സാധനം മേടിക്കും. അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് ശക്തിയായിട്ട് വളരുകയാണ്. അതൊരു ജിഹാദാണ്, സാമ്പത്തിക ജിഹാദ്. മാഡം, അമേരിക്കൻ ഇലക്ഷനിൽ ആര് ജയിക്കും? അമേരിക്കൻ ഇലക്ഷനിൽ ട്രംപ് ജയിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ട്രംപ് ജയിക്കേണ്ടതായിരുന്നു. അട്ടിമറി നടന്നിട്ടാണ് ബൈഡൻ ജയിച്ചത്. ഈ പ്രാവശ്യവും ട്രംപ് ജയിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അട്ടിമറി നടന്നാൽ ട്രംപിന്റെ കാര്യം പോക്കാം. ലോകാവസാനം എന്തായാലും ഉടനെ ഉണ്ടാകും, അത് വേറെ വിഷയം. ഇവന്മാർ ലോകം മുഴുവനും പിടിച്ചു വെച്ച സമാധാനം തരുമോ? നിങ്ങൾ എന്താ ചിന്തിക്കുന്നേ?
നമ്മന്റെ തുലുക്കന്മാർ ലോകം മുഴുവനും പിടിച്ചു വെച്ച ലോകത്ത് മുഴുവൻ സമാധാനം കൊടുക്കൂ. എവിടെയൊക്കെ ബോംബിട്ട് എവിടെയൊക്കെ അണുബോംബിട്ട് തമ്മിൽ കൊല്ലാനും ചാകാനും പോകുന്നെന്ന് പറയും. വേഗം സ്വർഗത്തിലെ ഊറിയെടുത്ത് പോകാൻ വേണ്ടി പെടാപ്പാട് പെടുന്നവന്മാരാ. പിന്നെ ഇവന്മാർ ലോകം മുഴുവൻ കീഴടക്കിയാൽ ജീവിക്കാണ്ടല്ലോ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുക. ഇവരൊന്നില്ലെങ്കിൽ പെറ്റുപെരുകിയെങ്കിലും ലോകത്ത് നിറയും. ഇവരല്ലെങ്കിൽ രാജ്യത്ത് ഹൈജാക്ക് ചെയ്തെങ്കിലും ഇവർ ലോകം പിടിക്കും. അതിനിടയിൽ നിങ്ങളൊരു പുഴുവിനെ പോലെയോ നിങ്ങൾ അതിനിടയിൽ ഒരു പുഴുവിനെ പോലെയോ ഒരു പാറ്റേനെ പോലെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ജീവിക്കേണ്ട ഗതികേട് വരും. അതിനു മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രംപ് ജയിച്ചാൽ ഇസ്രായേലിന് ഗുണമുണ്ടോ? ട്രംപ് ജയിച്ചാൽ ഇസ്രായേലിന് ഗുണമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ മഷിക വേഗം വരുമോ? തീർച്ചയായിട്ടും ടൈറ്റസ് മെസ്സി തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ പോവുകയാണ്. ഉടനെ വരും, വേഗത്തിൽ തന്നെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം ഇസ്ലാമിനാൽ പിടിക്കപ്പെടാൻ പോവുകയാണ്. ലോകം മുഴുവനും ഇസ്ലാം. കാരണം അവർക്കൊരു അജണ്ടയുണ്ട്, അവരുടെ ഗ്രന്ഥത്തിനൊരു അജണ്ടയുണ്ട്. മതം മുഴുവനും ഇസ്ലാമിനായി തീരുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മതഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. അവർ അതിനുവേണ്ടി പണിപ്പെടുന്നുമുണ്ട്. അവർ അതിനുവേണ്ടി ഏതൊക്കെ തരത്തിൽ ഹൈജാക്ക് ചെയ്യാൻ പറ്റുമോ ആ തരത്തിൽ അവർ ബുദ്ധിപരമായും തന്ത്രപരമായിട്ടും കുറുക്കന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർ കയറി വരുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മറ്റു മതക്കാർക്കും ഒന്നും ബോധമില്ല, തെളിവില്ല. കാരണം വെച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർക്ക് ഈ മതം എന്ന് പറയുന്നൊരു വിഷയം തലയ്ക്കകത്ത് ഭ്രാന്തായിട്ട് കിടക്കുകയല്ലോ. അവർ വിചാരിക്കുന്ന മനുഷ്യരായിട്ടാണ് ചിന്തിക്കുന്നത്. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവൻ പ്രാർത്ഥിക്കട്ടെ, മനസ്സിലായോ? പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവൻ പോയി പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തവൻ പ്രാർത്ഥിക്കണ്ട എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഒരുവനെ നന്മ ചെയ്യണമെന്നാണ് മറ്റുള്ള ബന്ധങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല ഇവന്മാർ നമ്മളെ കാലുവാരുകയാണെന്നുള്ളത്. ഇവന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന എന്തോ വലിയ നന്മയായിട്ടാണ് ചിന്തിക്കുന്നത്. അവർ പ്രാർത്ഥിക്കാൻ കട തുറന്ന് നോക്കുമ്പോഴത്തേക്കും കടയിൽ വന്നിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ നിസ്കാര മുറിയുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ സഹോദരി അന്ന് മാർക്ക് കൊടുക്കുക, നിസ്കരിക്കട്ടെ, നന്മയാണെന്ന് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇവറ്റുങ്ങൾ ഹൈജാക്ക് ചെയ്യുകയാണ്. കുറേശ്ശെ എല്ലായിടവും ഇവർ പിടിച്ചെടുക്കുകയാണ്. ഇവിടെ കുറേശ്ശെ ഇവരെന്ത് ചെയ്യുകയാണ്? പിടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനി എന്തുവാ സൂക്ഷിക്കാനിരിക്കുന്നു? യുവമാരുടെ രാജ്യത്ത് മരണത്തിന് മുമ്പ് നിങ്ങൾ ആരാണെന്നും നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. എന്തായാലും നിങ്ങൾ മരിക്കും. ഇവന്മാരെ ഒന്നിൽ കൊല്ലും, ഇല്ലെങ്കിൽ ഇവന്മാരുടെ അടിമയായിട്ട് നിങ്ങൾ ഇസ്ലാം മതത്തിൽ തള്ളാഹു കുക്കുംപറന്ന് പറഞ്ഞ് വിളിച്ച് 5 നേരം നമസ്കരിച്ച് ഇവന്മാരുടെ മതത്തിന്റെ അടിമയായിട്ട് നിങ്ങൾ മാറണം, മതം മാറണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരണമാണ്. പക്ഷെ ആ മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷ്യം വേണം. എങ്ങനെ മരിക്കണം, എന്തിനു മരിക്കണം എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? സാത്താൻ സന്തതികളാണ് ഇപ്പോൾ ദൈവമക്കളോട് യുദ്ധം ചെയ്യുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് ദൈവമക്കളുടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ആരെയും പേടിക്കാനില്ല. ഇസ്രായേൽ മക്കൾ ആരെയും പേടിക്കുന്നില്ലല്ലോ. അവരുടെ ദൈവം കൂടെയുണ്ട്. പക്ഷെ ക്രിസ്ത്യാനിക്ക് ആരുണ്ട്? ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ദൈവം കൂടെയുണ്ട്. ക്രിസ്ത്യാനിക്ക് ആരുണ്ട്? ക്രിസ്ത്യാനിക്ക് കുറെ അച്ഛന്മാരും കള്ളപ്പാസ്റ്റർമാരും കള്ള ഉപദേശിമാരും അല്ലേ ഉള്ളൂ. ഇവരെല്ലാം നിങ്ങളെ കൂട്ടമായിട്ട് കൊണ്ടുപോയി എന്ത് ചെയ്യും? ഇപ്പൊ പോലും വഖഫ് നിയമം വന്നിട്ട് മുനമ്പത്ത് ഇത്രയും പ്രശ്നം നടന്നിട്ട് ഒരു അച്ഛന്മാരും രംഗത്ത് വന്നില്ല. ഞങ്ങൾ ഇനി കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും വോട്ടിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തരും രംഗത്ത് വന്നിട്ടില്ല. സോപ്പിക്കലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. സജി ജോർജ് എന്തായാലും സാത്താൻ അടിമയാകത്തില്ല. ആമേൻ. സാത്താൻ അടിമയാകത്തില്ല. എന്തായാലും സാത്താൻ അടിമയാകരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം. ഒരു കാരണവശാലും പ്രിയ സഹോദരങ്ങൾ, ജീവൻ കൊടുത്താണെങ്കിലും ജീവൻ കൊടുക്കുന്നതിന് മുമ്പ് പോരാട്ടം കഴിച്ചിട്ട് വേണം മരിക്കാനായിട്ട്. ചുമ്മാ പോയി മരിക്കരുത്. തള്ളാഹുവിന്റെ അടിമ കുഞ്ഞായിട്ട്, തള്ളാഹുവിന്റെ ബലിമൃഗമായിട്ട് വെട്ടാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളെ പോലെ കഴുത്തറക്കാൻ ഇങ്ങനെ നിന്ന് കൊടുത്തിട്ട് ഇങ്ങനെ മരിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ശരീരം പിച്ച് ചീന്തപ്പെട്ടാലും. കാരണം ഇവന്മാരുടെ സ്ത്രീകളുടെ കാര്യമാണ് ഭയങ്കര കഷ്ടം. എന്നെ കേൾക്കുന്ന സ്ത്രീകളെല്ലാം ബലം ധരിക്കുക, ശക്തിപ്പെടുക. നിങ്ങളുടെ ശരീരം പിച്ച് ചീന്താൻ വേണ്ടി ചിലപ്പം പബ്ലിക്കിൽ എറിഞ്ഞു കൊടുക്കുമായിരിക്കും ഇവന്മാർ. നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ വിവസ്ത്രയാക്കി നിങ്ങളെ നിർത്തിയിട്ട് മാറിയും തിരിഞ്ഞിട്ട് ഭോഗിക്കുമായിരിക്കും
ഈ ചെകുത്താൻ കുഞ്ഞുങ്ങൾ. കാരണം അവന്മാർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം അങ്ങ് വേശ്യാലയം വേഗത്തിൽ തുറന്നു കൊടുക്കുമെന്നാണ് തള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അന്ത്യകാലം ലോകത്ത് അടുത്തിരിക്കുകയാണ്. സാത്താൻ അതിൻ്റെ ഇരുട്ടോടുകൂടി അന്ധകാരം ഭൂമിയെ വ്യാപിക്കാൻ പോകുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്ധകാരം ഭൂമിയെ മൂടി കാർന്നു നിന്നാൻ പോകുന്നതിന് മുമ്പേ ബലം ധരിച്ചു കൊള്ളുക. നിങ്ങളുടെ ഈ പുറമേ കാണുന്ന ശരീരത്തെ ചൊല്ലി നിങ്ങൾ ഭാരപ്പെടുകയോ പ്രയാസപ്പെടുകയോ ദുഃഖിക്കുകയോ അരുത്. നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ട് ചിലപ്പോൾ വലിച്ചിട്ട് ബലാത്സംഗത്തിന് ഇരയാക്കാൻ ഇവമാർക്കൊരു മടിയുമില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ കൂട്ട ബലാത്സംഗത്തിനും ഒക്കെ ചെയ്താലും. അതേ മഹേഷ് മോനെ, ഒരു പള്ളി വികാരി മോസ്കിൽ പോയി നിസ്കരിക്കുക, മതസൗഹാർദ്ദം കാട്ടിക്കൊടുക്കുകയാ. പോയി കാട്ടിക്കൊടുക്കട്ടെ തെമ്മാടികള്, ഊളകള്. ഷൈനി തോമസ്, അപ്പോൾ ഇബിലീസ് എന്ന് പറയുന്നത് ആരാണ്? ഇബിലീസ് എന്ന് പറയുന്ന അവരെ തന്നെയാണ് അവർ ഇബിലീസ് എന്ന് പറയുന്നത്. തള്ളാഹു എന്ന് പറയുന്ന സാത്താനെ തന്നെയാണ് ഇബിലീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ബിൻസി, തീർച്ചയായിട്ടും മോളെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക, ബലപ്പെടുക. നിങ്ങൾ ഓരോ ദിവസവും ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളിത് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. നിങ്ങളുടെ മരണം കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടായിരിക്കണം. എന്തായാലും മരിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ. നിങ്ങൾ എന്തായാലും മരിക്കും. ഈ തുലുക്കന്മാരുടെ ഇവന്മാരുടെ മതത്തിൽ പോയി ഇവന്മാരുടെ തള്ളാഹുവിനെ ദൈവമെന്ന് വിളിക്കാൻ നിങ്ങൾ നിർബന്ധിക്കപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ തള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടിയിട്ട്, അവൻ്റെ തള്ളാഹു എന്ന് പറയുന്ന സാത്താന് വേണ്ടിയിട്ട് നിങ്ങളുടെ കഴുത്തറുത്തവർ കൊന്നുകളയും. ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾ മരിക്കപ്പെടും. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ കഴുത്തറുത്ത് കൊല്ലുന്നതിന് മുൻപേ നിങ്ങൾ ആ തള്ളാഹു എന്ന് പറയുന്നവൻ കേവലം കെട്ട ഒരു സാത്താനാണെന്ന് അവന്മാരുടെ മുമ്പിൽ കാർക്കിച്ച് തുപ്പി വേണം പറഞ്ഞിട്ട് മരിക്കാനായിട്ട്. അല്ലാതെ സാത്താന് വേണ്ടി ജീവനെ കൊടുക്കരുത്. നിങ്ങൾ സാത്താന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ജീവനെ കൊടുക്കേണ്ടത്. അവൻ്റെ സാത്താൻ്റെ ആധിപത്യത്തിന് വേണ്ടി അവൻ തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞുകൊണ്ട് വായി തുറന്നിട്ട് നിങ്ങളെ വെട്ടുന്നതിന് മുമ്പേ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് തള്ളാഹു ഫക്കർ എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ ജീവനെ കളയാനായിട്ട്. അല്ലാതെ നിങ്ങൾ കളഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. സാത്താനെ സാത്താനായി കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവൻ്റെ മുമ്പിൽ പൊരുതണം. ഈ ഒരു പോരാട്ടം നിങ്ങൾ കഴിക്കണം. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും വിരളി കൊള്ളും സാത്താന്. കാരണം നിങ്ങൾ ഏറ്റു പറയില്ലല്ലോ. അവന് വേണ്ടിയിട്ട് നിങ്ങളുടെ തല വെട്ടാനും പറ്റുന്നില്ലല്ലോ. അവന് വേണ്ടിയിട്ട് അവനെ എതിർക്കുന്ന വ്യക്തി എങ്ങനെയാണ് അവൻ്റെ ബലിമൃഗമാകുന്നത്? പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മരണം ഉറപ്പാണ്. പക്ഷെ മരണം എങ്ങനെയുള്ള മരണമായിരിക്കണം? മനസ്സിലാവുന്നുണ്ടോ? ധൈര്യത്തോടുകൂടി എന്ത് പ്രതിസന്ധിയും നേരിട്ടുകൊണ്ട്. കാരണം ഞാൻ പറയുന്ന കാര്യം സംഭവിക്കുമെന്നാൽ സംഭവിച്ചിരിക്കും. ലോകം അവന്മാരുടെ കൈവെള്ളയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ അവന്മാർ ആധിപത്യം സ്ഥാപിക്കും. ഇന്ത്യ മുഴുവനായും ഇവർ പിടിച്ചടക്കും. ഇന്ത്യയിൽ ഇവന്മാരുടെ രാജ്യം ഉണ്ടാകും. കോൺഗ്രസ് ഇന്ത്യ ഇവന്മാർക്ക് തീരെഴുതി കൊടുക്കും. കോൺഗ്രസ് ഭരണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, പാർലമെന്റിൽ ഇരിക്കുന്നത് മുഴുവനും ഇവന്മാരുടെ കൂട്ടരുമായിരിക്കും. കോൺഗ്രസ് നോക്കുകുത്തിയായിട്ടിരിക്കും. അങ്ങനെ അവന്മാരുടെ ആ നിയമങ്ങൾ പാസ്സാക്കിയെടുക്കും. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ നടത്തപ്പെടും. ഇവിടെ നടക്കുന്ന ഇവന്മാർക്കെതിരെ ഏതെങ്കിലും പ്രക്ഷോഭങ്ങൾ ഇന്ത്യക്കകത്തുണ്ടായാൽ അതെല്ലാം തന്നെ സംഘപരിവാർ വിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ അജണ്ട നടപ്പാക്കിയെടുക്കും. അവൻ സത്യത്തെ നിലത്ത് തള്ളിയിട്ട് അവന്റെ കാര്യം സാധിപ്പിച്ചെടുക്കും. ഉറപ്പായിട്ടും നടക്കും. മനസ്സിലായോ? അവൻ സത്യത്തെ തള്ളി നിലത്തിട്ട് അവന്റെ കാര്യം സാധിപ്പിച്ചെടുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ബലം ധരിക്കുക, ശക്തിപ്പെടും. നിങ്ങൾക്ക് ഇതാരും പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് ശക്തിയും ബലവും ഉണ്ടാകാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പിടിച്ചിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് മരിക്കുന്നെങ്കിൽ മരിക്കണം, ക്രിസ്തുവിനായി തന്നെ മരിക്കണം. അത് അവന്റെ ചങ്കൂറ്റത്തോടു കൂടി നിന്നിട്ട് എന്ത് ചെയ്യണം? അവനോട് അവൻ ലാഗ് ഇല്ല തള്ളാഹു എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പറയണം ലാഗ് ഇല്ല ഹോഷ്വ ഹമഷിയാഖ് എന്ന് പറയണം.
ലാഹ് ലാഹ് ഇല്ല യഹോശുവ ഹമ്മശിയാഹ് എന്ന് പറഞ്ഞവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹു ഫക്കർ എന്ന് പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യണം? മരിക്കുന്നെങ്കിൽ അങ്ങനെയാ മരിക്കേണ്ടത്. മനസ്സിലായോ? കഴുത്ത് ഇറക്കുകയോ നിങ്ങളെ ബലാത്സംഗം ചെയ്യുകയോ നിങ്ങളെ വലിച്ചു കീറുകയോ കൈകൾ രണ്ടും ഇരുവശത്തു നിന്ന് വെട്ടുകയോ കണ്ണ് ചൂഴ്ന്നെടുക്കുകയോ എന്ത് പണ്ടാരമടങ്ങിയാലും ചെയ്തിട്ട് പോട്ടെ, എന്തായാലും മരിക്കുമല്ലോ. ഈ മരണം കൊണ്ട് ലാഭമുണ്ടാകട്ടെ. എന്തുവാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം? ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകട്ടെ. ഇങ്ങനത്തെ ഒരു വിശ്വാസം ക്രിസ്ത്യാനിയെ നിനക്കുണ്ടായി വരട്ടെ. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. മരണത്തെ ഭയപ്പെടരുത്. ഭീരുക്കൾ പലകുറി മരിക്കും, ധീരൻ ഒരിക്കലേ മരണമുള്ളൂ. ആ മരണം എങ്ങനെയുള്ളതെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളെ ഓർത്തൊക്കെ ഒരുപാട് വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുള്ളവർ കാണുമായിരിക്കും. കാരണം നിങ്ങൾ പലരും കുഞ്ഞുങ്ങളെ വെച്ചും നിങ്ങളുടെ കുടുംബക്കാരും വന്ന് നിങ്ങളെ വഴിതെറ്റിച്ചും ഒക്കെ നിങ്ങൾ അവസാന നാളുകളിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് പോകേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടാകും. അതിനുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരു ഊണിന് ജ്യേഷ്ഠാകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ആരും അഭക്തരാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ. കാരണം അവൻ പിന്നേത്തേതിൽ മാനസാന്തരത്തിന് ഇടം കണ്ടെത്തിയില്ലെന്ന വചനം പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പിന്നേത്തേതിൽ മാനസാന്തരത്തിന് അവൻ ഇടം കണ്ടെത്തിയില്ല. അപ്പോൾ ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ നാവ് കൊണ്ടോ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ നിങ്ങളുടെ ചിന്ത കൊണ്ടോ പോലും ദൈവത്തിന് വിരോധമായി നിങ്ങൾ ചിന്തിക്കരുത്. അതിന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് എടുക്കണം. കാരണം ഇന്ന് സമൂഹത്തിൽ എന്താണ് ഇവന്മാർ സാത്താനാണെന്നുള്ളത് ഇന്നും സമൂഹത്തിൽ മനസ്സിലാകുന്നില്ല. കേവലം ഇവരെ മതത്തെ കാണുകയാണ്. അവരൊരു ദൈവത്തെ വിളിക്കുന്നു എന്ന് മാത്രമേ കാണുന്നുള്ളൂ സമൂഹം. ഇതൊരു സാത്താനാണെന്നുള്ള പൊതുബോധം ഇന്ന് ക്രിസ്ത്യാനികളുടെ തലച്ചോറിൽ പോലും ഇല്ല. ഇത് സാത്താനാണ്, പക്കാ സാത്താനാണ്. കർത്താവ് എന്താ പറയുന്നത്? യഹോശുവ മശിഹ പഠിപ്പിച്ചത് എന്താണ്? ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് ആസക്തിയോടെ അവനെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു എന്ന് പഠിപ്പിച്ചപ്പോൾ തള്ളാഹു ഫക്ർ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ വന്ന് പഠിപ്പിച്ചത് എന്താണ്? പഠിപ്പിക്കുകയാണ് അന്യപുരുഷനുമായിട്ട് സോദോം ഗൊമോറയെ ദൈവം നശിപ്പിച്ചത് ആണാണിനോടും പെണ്ണിനോടും അവലക്ഷണമായി പെരുമാറിയതിനാണ് സോദോം ഗൊമോറയുടെ മേൽ തീയിറക്കിയത് ദൈവം. തള്ളാഹു ഫക്ർ എന്ന് പറയുന്നവന്റെ അനുയായിയായിട്ട് വന്നവൻ കർത്താവിന്റെ വചനത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവൻ പറയുകയാണ് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് തോറയിലെ കുറെ കള്ളത്തരങ്ങളെ കയ്യിലെടുത്തിട്ട് അത് വെച്ചിട്ട് അവൻ പറഞ്ഞുണ്ടാക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും. സ്ത്രീക്ക് സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും. സ്ത്രീ എന്ന് പറയുന്നത് കേവലം കൃഷിയിടമാണ്. അവളെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ത്രീയെ ബ്രോഹിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അത്രത്തോളം മൃഗീയമായി പഠിപ്പിച്ചു വെച്ചിരിക്കുക. അതുപോലെ ഒരു പുരുഷന് അന്യ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വപ്നം കാണുക, ഒരു സ്ത്രീ അന്യപുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വപ്നം കാണുക. എന്തൊക്കെ വൃത്തികേടുകളായി പറഞ്ഞു കൊടുക്കുന്നത് മുഴുവനും സദാചാരമില്ലായ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ മതത്തിനകത്ത് നിന്നുകൂടെ അപ്പൊ സാത്താൻ ഇറങ്ങി നിൽക്കുകയല്ലേ? ഇതുപോലും ഇതുവരേക്കും മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയല്ലേ പ്രിയ സഹോദരങ്ങളെ? അപ്പോൾ കർത്താവിന്റെ വചനം എന്താ? ഞങ്ങൾ പഠിപ്പിച്ച സുവിശേഷത്തിന് വിരോധമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ എന്നാ പറയുന്നത്. അപ്പോൾ ആ ശപിക്കപ്പെട്ട സാത്താനാണ് ശപിക്കപ്പെട്ടവൻ. ആ സാത്താന് ഈ ലോകം വഴിമാറിക്കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറ് കൊണ്ട് നിങ്ങൾ ചിന്തിച്ചോ? ഈ സാത്താൻ അടിമയായി ചാകണോ? ഈ സാത്താന്റെ മതത്തിൽ കിടന്ന് ചാകണോ? അതോ സാത്താൻ എന്ന് പറയുന്നവന്റെ ബലിമൃഗമായി നിങ്ങൾ ചാകണോ? അതോ സാത്താനോട് എതിർത്ത് നിന്നതിന്റെ പേരിൽ മരിക്കണോ? എന്താണ് നിങ്ങൾ തന്നെ ചിന്തിച്ചോ? അവസാന നിമിഷം അവനോട് പോരാടി മരിക്കുക. അതാ നിങ്ങൾക്ക് നല്ലത്. മനസ്സിലായോ? ഇനി വരാൻ പോകുന്ന കഷ്ടങ്ങളും പീഡനങ്ങളും സാധാരണമല്ല. ഇപ്പോഴും ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയവർ 180ഓളം പേര് ബന്ദികളാക്കി ഇപ്പോഴും കിടക്കുകയാണ്. 1 വർഷമായിട്ട് അവർ പീഡനങ്ങൾ സഹിക്കുകയാണ്. അവരെ കൊല്ലുന്നുണ്ടോ? കൊല്ലുന്നില്ല. നരകവേദന അനുഭവിപ്പിക്കുക അവരിട്ട്. അവിടെ ബങ്കറിൽ കിടന്ന 6 പേര് കൊല്ലപ്പെട്ടവരുടെ ബങ്കറിനകത്തോട്ട് ഇസ്രായേൽ സൈന്യം കയറി ചെന്ന് കണ്ട കാഴ്ചകൾ ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചകളാണ്. കുപ്പിക്കകത്ത് അവരവരുടെ തന്നെ മൂത്രങ്ങൾ ഒഴിച്ചു ശേഖരിച്ചു വെച്ചിരിക്കുക. കൊണ്ട് കളയാൻ പറ്റത്തില്ലല്ലോ, ബങ്കറിനകത്തല്ലേ. പിന്നെ ബക്കറ്റിനകത്ത് മുഴുവനും മലങ്ങൾ ഇരിക്കുക.
അതിനിടയിൽ അവർ കിടന്നത് മുഴുവനും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിക്കാൻ ആഹാരമില്ല, രോഗം ബാധിച്ച് മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും ഇടയിൽ അങ്ങനെയാ അവറ്റങ്ങൾ നരയിപ്പിച്ചത് അവിടെ ഇട്ട്. എന്നിട്ട് അവസാന നിമിഷം യാഗ്യ സിൻവാറും കൂട്ടരും അവരെ കൊന്നു കളഞ്ഞിട്ട് അവിടുന്ന് അവന്മാർ അവിടേക്ക് ഇറങ്ങി ഓടിയത് അടുത്തടുത്തിലോട്ട്, ബംഗറിലോട്ട്. ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും, കാരണം സൈന്യം അടുത്തൊന്നും മനസ്സിലായി അവർക്ക്. അതുകൊണ്ട് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അവരെ കൊന്നു കളഞ്ഞിട്ടാണ് അവിടുന്ന് ആര് പോയത്. അപ്പോൾ ഇങ്ങനെ ഭയാനകം നിറഞ്ഞവന്മാരാണ് ഇവന്മാരെ ചേർത്ത് നിൽക്കാൻ നിങ്ങൾക്കിനി പറ്റില്ല പ്രിയ സഹോദരങ്ങളെ. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, മരിക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തിൽ സത്യം, എൻ്റെ ഒറ്റ ആഗ്രഹമേ ഞാൻ പറയുന്നുള്ളൂ, എൻ്റെ കൺവെട്ടത്ത് എൻ്റെ മുൻവശത്താണ് ഏതെങ്കിലും ഒരു ഇതുപോലത്തെ തീവ്രവാദി എൻ്റെ കൺവെട്ടത്താണ് കാണുന്നതെങ്കിൽ എൻ്റെ പരമശക്തിയും ഉപയോഗിച്ചിട്ട് ഓരോരുത്തൻ്റെയെങ്കിലും വണ്ടി ഞാൻ ചവിട്ടി പൊട്ടിച്ചിട്ടല്ലാണ്ട് ഈ ജീവൻ വിട്ടു പോകത്തില്ല. മനസ്സിലായോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഒരുത്തൻ്റെയെങ്കിലും ജീവൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഒരുത്തൻ്റെയെങ്കിലും ജീവൻ എടുത്തിട്ടേ ഞാൻ ഈ ഭൂമുഖത്തുനിന്ന് പോകത്തുള്ളൂ. മനസ്സിലായോ? എനിക്ക് ദൈവം കൃപ തന്നാൽ ഞാൻ അങ്ങനെ തന്നെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഈ സാത്താനിക ശക്തിയിൽ ഒരുത്തനെയെങ്കിലും അങ്ങനെ വല്ലതും എൻ്റെ ജീവന് ഭീഷണിയായും അപകടമായും വന്നു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ വെച്ചിട്ട്, അത് അണ്ടിയല്ല മുറിയണ്ടി, അത് തന്നെ അവൻ്റെ മുറിയണ്ടി അടിച്ചു പൊട്ടിച്ചിട്ടേ പോകത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ അതായത് ശരീരത്തിന് ബലം ധരിച്ചുകൊണ്ട്, സ്ത്രീകളെ നിങ്ങളോട് ഞാൻ പറയുന്നത്, മനസ്സിനെ ബലം ധരിപ്പിക്കുവിൻ, ശരീരത്തിന് ബലം കൊടുക്കുവിൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് കരുത്തായി കഴിഞ്ഞാൽ ഏത് സമയത്ത് ഏത് പൈശാചിക ശക്തി എഴുന്നേറ്റ് നിങ്ങളുടെ മുമ്പിൽ വന്നാലും നിങ്ങൾക്ക് ചേർത്ത് നിൽക്കാൻ പറ്റും. നിങ്ങളുടെ ശരീരത്തെ ഭോഗിക്കുന്ന കാട്ടാളവന്മാർക്ക് നിങ്ങളുടെ ശരീരം ഭോഗിക്കാൻ വിട്ടുകൊടുക്കുന്നതിന് മുമ്പേ അവൻ്റെയൊക്കെ പരമാവധി ചവിട്ടി തീർക്കാൻ പറ്റുന്നതൊക്കെ ചവിട്ടി തീർക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക. അതിനുള്ള കൃപ ദൈവം തരും. മനസ്സിലായോ? മനു കുമാർ, ദൈവ സ്നേഹമല്ലേ കുഞ്ഞെ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവ സ്നേഹമായതുകൊണ്ട് സാത്താൻ ഭോഗിക്കാൻ വരുമ്പോഴത്തേക്ക് അവന് കടന്നു കൊടുക്കണോ? മനു കുമാറെ, ദൈവ സ്നേഹമാണെന്ന് അതുകൊണ്ട് ദൈവസ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ ഭോഗിക്കാൻ വരുമ്പോഴത്തേക്ക് അവന് കടന്നു കൊടുക്കണോ? എന്നാൽ മനുകുമാറിന്റെ ഭാര്യയും മോളെയും കൊണ്ട് കൊടുത്താൽ മതി. ഈ ദൈവസ്നേഹമൊക്കെ പറഞ്ഞ് ഈ കരയാൻ നടക്കല്ലേ ദൈവം ഇത്? പ്രാക്ടിക്കൽ ലൈഫും കൂടി പഠിക്കും നിങ്ങൾ. ദൈവസ്നേഹമല്ലേ കുഞ്ഞേന്ന് ഇങ്ങനെ പറഞ്ഞ് ഈ സാത്താൻ കുഞ്ഞുങ്ങൾക്കെല്ലാം ക്രിസ്ത്യാനികളെ അടിമയാക്കി കൊണ്ട് വെച്ചു കൊടുത്തിരിക്കുന്നത്. തിരിച്ച് പ്രതികരിക്കാൻ കഴിവുകെട്ടവന്മാരായിട്ട് അച്ഛന്മാരും പുരോഹിതന്മാരും ഒക്കെ ആണെന്ന് ഊളകൾ ഇങ്ങനെ ഈ ജനത്തെ കുരുതിക്ക് കൊടുത്തത് ഇങ്ങനെയാ. ദൈവം സ്നേഹമല്ലേ എന്ന് പറഞ്ഞിട്ട്, ദൈവസ്നേഹമെന്ന് പറഞ്ഞിട്ട് ദൈവം ശിഖണ്ഡിയെ പോലെ ഓച്ചാഞ്ച് നിൽക്കാൻ സ്വന്തം അമ്മയും പെങ്ങളെയും മകളെയൊക്കെ കൂട്ടിക്കൊടുക്കാനും അല്ല പഠിപ്പിച്ചത് ദൈവം. ദൈവം സ്നേഹം തന്നെയാണ്. അത് ദൈവത്തിന്റെ മക്കളോട്, അല്ല സാത്താൻ കുഞ്ഞുങ്ങളോടല്ല ദൈവസ്നേഹം. മനസ്സിലായോ? ദൈവസ്നേഹവും കരുണയും കാണിക്കുന്നത് അർഹതപ്പെട്ടവർക്കാ. അർഹത അർഹിക്കാത്തവന്മാർക്ക് ദൈവസ്നേഹവും കരുണയും കാണിക്കത്തില്ല. അപ്പൊ ദൈവസ്നേഹവും കരുണയും കാണിക്കത്തില്ലെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യരുത്? ദൈവം സ്നേഹവും പറഞ്ഞ് അങ്ങോട്ട് സ്നേഹം കാണിക്കാൻ പോകരുത്. മനസ്സിലായോ? മണിക്കുട്ടൻ ചോദിച്ച ചോദ്യം, എടാ മൈര എന്ന് നിന്നെ ഞാൻ വിളിച്ചാൽ നീ എന്നെ എന്ത് തിരിച്ചു വിളിക്കും? അതോടുകൂടി ദൈവസ്നേഹമൊക്കെ പൊളിയും. ശ്രീജിത്ത് ശ്രീശൈലം, എന്തായി ചേച്ചി അവിടുത്തെ കാര്യങ്ങൾ? എത്ര മുറിയന്മാർ മരണപ്പെട്ടു? മുറിയന്മാർ കുറേയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ മുറിയന്മാരുടെ എത്രയെല്ലാം മുറിയന്മാര് പോയാലും പോയവന്മാർ വീണ്ടും വീണ്ടും വരുമല്ലോ അടുത്തത് രംഗപ്രവേശനം ചെയ്ത്. അതല്ലേ പ്രശ്നം. മുറിയന്മാര് പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഈ അന്ത്യകാലഘട്ടത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാനേ കാണത്തുള്ളൂ. അതുകൊണ്ടാ
അല്ലാതെ നിങ്ങളുടെ വാച്ചർമാരും പുരോഹിതന്മാരും പറഞ്ഞു തരത്തില്ല. ഇത് പറയാൻ റീനയെ കാണത്തുള്ളൂ. അതുകൊണ്ടാ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞതെല്ലാം സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, BJPക്ക് പോലും ഇത് ചേർത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം അവർ വളർന്നു കഴിഞ്ഞു, അവർ വൃക്ഷമായി കഴിഞ്ഞു. ഇനി നിങ്ങൾ വെട്ടാൻ പോയി കഴിഞ്ഞാൽ വെട്ടുന്നവന്റെ കയ്യും കാലും കിഴയ്ക്കും, വെട്ടുന്നവന്റെ കോടാലി ഒടിയും. അത്രയേ ഉള്ളൂ. അല്ലാതെ ആ വൃക്ഷത്തെ ഇനി വെട്ടിമുറിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാലം മാറി. അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ ബലം ധരിച്ച് മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാന നിമിഷം പൊരുതി മരിക്കണം. അല്ലാതെ ചുമ്മാ പോയി നിങ്ങളുടെ ജീവിതം ദാനം വെച്ച് കൊടുക്കരുത്. അത് പാസ്റ്റർമാരും പുരോഹിതനായവരൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ കർത്താവിനെ പോലെ അർക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ തലതാഴ്ത്തി കൊടുത്ത് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ കണക്ക് നിങ്ങൾ മരണത്തിന് മുമ്പിൽ ഈ ചെകുത്താൻ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോയി മരിക്കാൻ നിങ്ങൾ തലതാഴ്ത്തി കൊടുക്കല്ലേ ദയവ് ചെയ്ത്. അങ്ങനെ നിങ്ങൾ മരിക്കാൻ തലതാഴ്ത്തി കൊടുത്താൽ തള്ളാഹുവിന്റെ ബലിമൃഗമായി നിങ്ങൾ മരിക്കും. നേരെ കൂറികളുടെ അടുത്തേക്ക് നിങ്ങൾ പോകും, നരകത്തില്. നിങ്ങളെ വറുത്ത് ചട്ടിയിലെടുക്കുന്ന കൂറുകളുടെ ഇടയിലേക്ക്. മനസ്സിലായോ? നിങ്ങൾ പോകേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, സാത്താനോട് എതിർത്ത് നിന്ന് പോരാടി മരിക്കണം. അതാണ് ഈ അന്ത്യകാലഘട്ടത്തിലും ആദിമ കാലഘട്ടത്തിലും തമ്മിലുള്ള വ്യത്യാസം. ആദിമകാലത്തിലെ വിശ്വാസികൾ മരണപ്പെട്ടത് മുഴുവനും പിശാചിനെ എതിർത്ത് നിന്ന് പോരാടി മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർ നിന്നത് അവരുടെ കർത്താവിന്റെ നാമത്തെ പ്രതി അവർ നിന്നത്. അവരെ കൊന്നവരും കർത്താവിന്റെ നാമത്തെ പ്രതി അവരെ കൊന്നത് പോലും. പക്ഷെ ഇന്നത്തെ കാലത്ത് സാത്താന് വേണ്ടി കൊല്ലാൻ നടക്കുന്നവന്മാരാ. അപ്പൊ സാത്താന് വേണ്ടി മരിക്കാൻ നിൽക്കരുത് നിങ്ങൾ. മനസ്സിലായോ? സാത്താന് വേണ്ടി മരിക്കാതെ സാത്താനെ എതിർത്ത് നിന്ന് നിങ്ങൾ മരിക്കണം. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മരണം കൊണ്ടുള്ള വിജയം. ഓക്കെ? അപ്പൊ അതിനുള്ള ദൈവം കൃപ തരട്ടെ. ടെക്കി പെർഫെക്റ്റ്. കേരളത്തിലെ എല്ലാ ന്യൂസ് ചാനലും എന്താ മുറിയന്മാരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ക്രിസ്ത്യാനിസിനും ഹിന്ദുവിനും കിട്ടാത്ത പ്രിവിലേജ് എല്ലാവരും ഉണ്ടാക്കി കൊടുത്തു വെച്ചിരിക്കുകയല്ലേ. ഇനി അങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോകും. ഇനി അതിനകത്തൊരു മാറ്റവും ഇല്ല. സച്ചൂസ് കറിയ. ഹായ് ചേച്ചി, തലീത്ത് എത്ര കോസ്റ്റ് ഒന്ന് പറയുമോ? തലീത്ത് ഓരോന്നും ഓരോ റൈറ്റാ മോനെ. നമുക്ക് പ്രത്യേകിച്ച് ഇത്ര കോസ്റ്റാണെന്നൊന്നും തലീത്തിന് പറയാൻ പറ്റത്തില്ല. ഓരോ തലീത്ത് മേടിക്കുമ്പോഴും ഓരോ കോസ്റ്റാണ്. നിങ്ങൾക്ക് തലീത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിൽ നോക്കിയാലും കിട്ടും നിങ്ങൾക്ക് തലീത്ത് വേണമെന്നുണ്ടെങ്കിൽ. കാരണം ഓരോ തലീത്തിനും ഓരോ കോസ്റ്റാ. ആവ കൂടെയുണ്ട്, മരണത്തെ ഭയമില്ല. ആമേൻ. കർത്താവിന് വേണ്ടി ആർമി ആവശ്യമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ മരിക്കുമ്പോൾ സാത്താനോട് പടവെട്ടി മരിക്കണം. അവനോട് ഒരു ദൈവദാക്ഷിണ്യവും കാണിക്കരുത്. മരിക്കുന്നതിന് മുൻപേ ഒരു സാത്താനെയെങ്കിലും ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റിയിട്ട് മരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നിങ്ങളുടെ പ്രിവിലേജ്. നിങ്ങളുടെ പാസ്റ്റർമാരും പുരോഹിതന്മാരും ഇത് പറഞ്ഞു തരത്തില്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. നിങ്ങൾ മണ്ടന്മാരെ പോലെ നിങ്ങളുടെ മരണസമയത്തെ നിങ്ങൾ വേസ്റ്റാക്കി കളയും. മരിക്കുന്നത് ലാഭമാക്കാനുള്ള ബുദ്ധിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കേൾപ്പാൻ. മനുകുമാർ. പലസ്തീനിലെ പാവങ്ങളും മരിക്കുന്നു ഒന്നും ചെയ്യാതെ. അയ്യാ, പലസ്തീനിന്റെ പാവം കുഞ്ഞുങ്ങൾ അങ്ങ് മരിക്കുന്നു ഒന്നും ചെയ്യാതെ. എന്നാ കുറച്ച് പാല് കൊടുച്ചല്ലേ മനുകുമാറേ. ഭാര്യനെയും വിളിച്ചോണ്ട് പോയിട്ട് പലസ്തീനിന്റെ പാവം കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പാല് കൊടുക്ക്. പലസ്തീന്റെ പാവം കുഞ്ഞുങ്ങൾ മരിക്കുന്നു ഒന്നും ചെയ്യാതെ. അവരൊന്നും ചെയ്യുന്നില്ല, കുഞ്ഞു പാവകള്. ആരടാ പലസ്തീന്റെ പാവം കുഞ്ഞുങ്ങൾക്ക് ലൈക്ക് ഇട്ട് കൊടുത്തത്? പലസ്തീന്റെ പാവം കുഞ്ഞുങ്ങൾ മരിക്കണ പോലെ. അവന് പലസ്തീന്റെ പാവം കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് അവന് കരച്ചില്ലേ ഊളയ്ക്കുണ്ടായവനെ. ഇവന് എന്താ ചെയ്യേണ്ടത് ഈ ഊളേനെ? മനുകുമാർ. എടാ വിവരം കെട്ടവന്മാര്, നിന്റെയൊക്കെ കൺമുമ്പശത്ത് നടക്കുന്ന ക്രിസ്ത്യാനി കിടന്ന് അനുഭവിക്കുന്ന നരകവേദനയും ഹിന്ദുവിന്റെ നരകവേദനയും നിന്റെ ഒന്നും കണ്ണീ കാണത്തില്ലടാ ഊളകളെ. അവിടെ പലസ്തീന്റെ പാവം കുഞ്ഞുങ്ങളെയും അവിടുത്തെ പാവം കുഞ്ഞുങ്ങളെയും, പാകിസ്ഥാനിലെ പാവം കുഞ്ഞുങ്ങൾ നരകവേദന അനുഭവിക്കുന്നില്ലേ?
അർമേനിയയിൽ പാവം കുഞ്ഞുങ്ങൾ നരകവേദന അനുഭവിക്കുന്നില്ലേ? കൂത്തികളുടെ ഇടയിൽ യമനിൽ പാവം കുഞ്ഞുങ്ങൾ നരകവേദന അനുഭവിക്കുന്നില്ലേ? നിന്റെയൊക്കെ കണ്ണ് കോത്തായത്തിലെ കണ്ണ് കയറി പലസ്തീനി മാത്രം കയറി ഇരിക്കുന്നത് വിവരം കെട്ടവന്മാരെ. പലസ്തീനി മാത്രമേ പാവം കുഞ്ഞുങ്ങളുള്ളൂ പോലും, ബാക്കിയുള്ളിടത്തും പാവം കുഞ്ഞുങ്ങളില്ല. ആ മതത്തിൽ കിടക്കുമ്പോൾ ആലോചിക്കണം, മതം മാറി പോകണം. അല്ലാതെ മതത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കരുത്. ഈ മതത്തിൽ കിടന്ന ഇങ്ങനെ തന്നെയാണ്, സമാധാനം കിട്ടത്തില്ല, സമാധാനം തരത്തുമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതത്തിനോട് എതിർത്ത് നിന്നിട്ട് സൗകര്യയുടെ അതിൻ്റെ ഭാഗത്ത് താങ്ങി നടക്കാനായിട്ട് എന്ന് പറഞ്ഞ് മതം മാറിപ്പോയി ജീവിക്കണം അന്തസ്സായിട്ട്. അല്ലാതെ മതത്തിൽ താങ്ങി പിടിച്ചത് അല്ലാതെ കുക്കുംബർ എന്ന് പറഞ്ഞാൽ കുക്കുംബറും രക്ഷിക്കത്തില്ല, അവന്മാരുടെ നേതാക്കന്മാരും കൊലയ്ക്ക് കൊടുക്കും. പിന്നെ ഈ മതത്തിനകത്ത് കൊതമതത്തിനകത്ത് താങ്ങി പിടിച്ച് കിടക്കുന്നതുകൊണ്ടല്ലേ ചാകാൻ കിടക്കുന്നത്. മനസ്സിലായോ? കൊതമതത്തിനകത്ത് താങ്ങി പിടിച്ച് കിടക്കുന്നതുകൊണ്ടല്ലേ പശുവിൻ്റെ പാവം കുഞ്ഞുങ്ങൾ ചാകുന്നു പോലും. പോയി മതം മാറി പോകണം. സൗകര്യമില്ലടാ നിന്റെ മതത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കാനായിട്ട്. രക്ഷിക്കാൻ കഴിയാത്തൊരു തള്ളാഹുവിൻ്റെ പേരിൽ ഇറങ്ങി കിടക്കുന്ന നീയൊക്കെ കൂടി ഞങ്ങളുടെ ജീവനും എടുക്കാൻ നടക്കുന്നു. ഞങ്ങളൊക്കെ എന്തിനാ നിനക്ക് വേണ്ടി കിടക്കണമെന്ന് പറഞ്ഞിട്ട് പാവം കുഞ്ഞുങ്ങളെല്ലാം കൂടി തിരിഞ്ഞു നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നം. പക്ഷെ ഈ പാവം കുഞ്ഞുങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ ഒരെണ്ണത്തെ തട്ടുമ്പോഴത്തേക്കും അങ്ങ് ഭയങ്കര ആഘോഷവും ബഹളവും പാട്ടുപാടലും അങ്ങ് മുട്ടായി കൊടുത്ത് വിതരണം ചെയ്യുന്നത് ആ പരിപാടി പാവം കുഞ്ഞുങ്ങൾക്ക്. ഇസ്രായേലിൻ്റെ ആരെങ്കിലും ഒരെണ്ണം മരിച്ചാൽ മതി, അപ്പത്തെ അറിയാം പാവം കുഞ്ഞുങ്ങളുടെ ആഘോഷം. ആവായുടെ പൊന്നുമോള് മറുപടി പറഞ്ഞിരിക്കുന്നതൊക്കെ പലസ്തീൻ കുഞ്ഞുങ്ങൾ പാവങ്ങൾ ഒന്നും ചെയ്യാതെ മരിക്കുന്നു. പലസ്തീനിലെ പാവങ്ങൾ മരിക്കുന്നു ഒന്നും ചെയ്യാതെ. എന്നാ പറയണേ, എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കാൻ പറയുന്നു. ആരാടാ ഈ കമന്റ്? എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കാം. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു ആ കമന്റ്. നിനക്ക് ഉത്തരം കിട്ടിയല്ലോ. മനു, എന്തൊരു പേരെന്തുവാ? മനുക്കുമാറേ, ചെന്ന് പറ പലസ്തീനെ പുള്ളിങ്ങളോട് പറ എന്തെങ്കിലും ചെയ്തിട്ട് മരിക്കും, ഒന്നും ചെയ്യാതെ മരിക്കണ്ട, നീ എന്തെങ്കിലും ചെയ്തിട്ട് മരിച്ചോ. മീഡിയ ഫണ്ടിനൊന്നും അറിയത്തില്ല, അൽ ജസീറയ്ക്ക് മീഡിയ ഫണ്ടിനൊന്നും അറിയത്തില്ല ചൈനയിൽ നടക്കുന്നതും. അയ്യോ, പലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു കുറെ എണ്ണങ്ങള്. ഇല്ലെങ്കിൽ ഉറക്കം വരത്തില്ല ഇവന്മാർക്ക് പലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞില്ലെങ്കിൽ. എവിടെ പൊക്കിയാലും ഐസോൺ റാഫ അവിടെ പിന്നെ കാശ്മീരിൽ കുറെ എണ്ണം ചത്തൊടുങ്ങി, കുറെ കുഞ്ഞുങ്ങൾ ഈ തീവ്രവാദികളുടെ ആക്രമണത്തിൽ. 2 മാസമേ ആയിട്ടുള്ളൂ ചത്തിട്ട്. ആരെങ്കിലുമൊക്കെ കരഞ്ഞോ? ചുമ്മാ അവരുടെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയതാണ്. തീവ്രവാദികൾ വന്ന് വെടിവെച്ച് വണ്ടി കൊക്കയിലോട്ട് മറിഞ്ഞ് കുറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. എന്നിട്ട് ആരെങ്കിലും ഒരുത്തൻ്റെ കണ്ണുനീര് വീണോ അവരെ ഓർത്തിട്ട്? ഒന്നും ചെയ്യാതെ പാവം കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഓർത്തങ്ങ് കരയുക. സഹോദരങ്ങൾ, ഞാൻ ലൈവ് കട്ട് ചെയ്യുവാണേ. ഞാൻ കുറച്ച് നേരം ലൈവിലിരുന്നു. ഇനി ഞാൻ നോക്കട്ടെ, സൂം വരാൻ പറ്റുമെങ്കിൽ ഞാൻ സൂം വരാം. ഇപ്പം തന്നെ മണി ഇന്ത്യൻ സമയം 10:30 ആയിട്ടുണ്ട്. നോക്കട്ടെ, സൂം വരാൻ പറ്റുമെങ്കിൽ ഞാൻ സൂം വരാം. ഓക്കെ, അതെ നാൻസി, ഒത്തിരി എണ്ണങ്ങൾക്ക് റാഫ എവിടെയാണെന്ന് മാപ്പിൽ റാഫ എവിടെയാണെന്ന് ഒന്നും ചോദിച്ചാൽ അറിയത്തില്ല. എന്നാലും പറയും ഐസ് ഓൺ റാഫ, ഓൾ ഐസ് ആർ റാഫ പോലെ. അവൻ്റെയൊക്കെ മാപ്പിനകത്ത് റാഫ എവിടെയാണെന്ന് ചോദിച്ചാൽ റാഫ അറിയത്തില്ല. അത് ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൂട്ടക്കൊരുതിക്ക് ഇഴിയാകുക. അതൊന്നും കണ്ണുനീരൊന്നും വരത്തില്ല ആർക്കും. എല്ലാ നമ്മൻ്റെ ആൾക്കാരെ ഓർത്തുള്ളൊരു കരച്ചിൽ, നമ്മൻ്റെ ആൾക്കാരെ ഓർത്ത് ഇനി കരയണ്ട. ഈ സാത്താൻ കുഞ്ഞുങ്ങൾ ചത്തുപോയ അവിടെ ആർക്ക് സങ്കടം? അത് പാവപ്പെട്ടതാണെങ്കിലും പണക്കാരനാണെങ്കിലും കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും സാത്താൻ കുഞ്ഞുങ്ങളുടെ മരണത്തെ ഓർത്ത് ഇവിടെ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. സാത്താൻ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? ഒന്നില് അന്തസ്സായിട്ട് ജീവിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പോയി ചാകണം. ഈ 2 ഉള്ളൂ. ഇവരുടെ മരണത്തെ ഓർത്തൊന്നും ഇവിടെ ആരും കരയാനും പോണില്ല, വിഷമിക്കാനും പോണില്ല. സാത്താൻ കുഞ്ഞുങ്ങളെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാന്ന്. അണലിക്കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ കണ്ടു നോക്കിയേ, നിങ്ങളുടെ പ്രശ്നം തീരും.
അല്ലാതെ അണലിക്കുഞ്ഞുങ്ങളെ എടുത്ത് വെച്ചിട്ട് യോ അണലിക്കുഞ്ഞുങ്ങളാണെങ്കിലും അത് കുഞ്ഞുങ്ങളാണല്ലോ റീന എന്ന് പറഞ്ഞ് കരയരുത്. മനസ്സിലായോ? അത് നാളെ നിങ്ങളുടെ കാലിൽ ചുറ്റി കടിക്കാനുള്ള സാധനങ്ങളാ അത്. അതെ, ഇനി ഐസോണ്ട് ഇറാൻ പറയാം. ചെസ് നമ്പർ 1 പോയി, 2 പോയി, 3 വെയിറ്റിങ്ങിലാണ്. അതേ റീജ ഐസോൺ റാഫ പറഞ്ഞിട്ടും പ്രയോജനമില്ല. റാഫയിൽ ആക്രമണം നടത്തിയത് കൊണ്ടാണ് സിൻവാർ പോയത്. ഇപ്പൊ ഹിസ്ബുള്ളയും പോയി. ഇനി അടുത്തത് എന്തുവാ? ഇറാനും പോയി. ഐസോൺ ഇറാൻ എന്ന് പറഞ്ഞ് ഇനി കരയാനേ ഉള്ളു നേരം. ഓക്കെ എന്നാ സഹോദരങ്ങൾ, ഞാൻ നോക്കട്ടെ. സൂമിൽ വരാൻ പറ്റുമെങ്കിൽ സൂമിൽ വരാം, ഇല്ലെങ്കിൽ സൂമിൽ വരാൻ എനിക്ക് ചെറിയൊരു ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ സൂമിൽ വരാൻ പറ്റത്തുള്ളൂ. 11:30 മണിക്ക് വന്നു കഴിഞ്ഞാൽ സൂമിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഇന്ന് രാത്രി ഒത്തിരി ലേറ്റ് ആകുമല്ലേ? ഞാൻ നോക്കട്ടെ. ഞാൻ ഹാഫ് ആൻ അവറിൽ വരാൻ പറ്റുമെങ്കിൽ. അയ്യോ സതീഷ് ജോസ് ബ്രദറെ, മദ്രസയിൽ വിഷമുള്ള അണലിക്കുഞ്ഞുങ്ങളാണ് മദ്രസയിൽ പഠിക്കുന്ന മൊത്തവും. അല്ലാതെ ഇതിനെ ഒന്നും നല്ലതിനെയായിട്ട് നമുക്ക് ഇവരുടെ വർഗത്തിൽ നല്ലതിനെ തപ്പിയെടുക്കാൻ പാടാ ബ്രദറെ. ഉണ്ടെങ്കിൽ പോലും അവരൊന്നും നമുക്ക് സഹായം അനുകൂലമൊന്നുമല്ല. അവരെല്ലാം മിണ്ടാതെ അവരവരുടെ പാട് നോക്കും. കാരണം അവരവരുടെ ജീവനെ കൊതിക്കുന്നവരാ. അവരൊക്കെ നമുക്ക് വേണ്ടി എങ്ങനെ സംസാരിക്കും? അതെ നാൻസി, എനിക്ക് മനസ്സിലായി. നാളെ ഡ്യൂട്ടി ഉണ്ട് നിങ്ങൾക്ക്. സാരമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, പോയി കിടന്ന് ഉറങ്ങുക. ഓക്കെ, തോത. അപ്പം എല്ലാവർക്കും ഇല്ല നിങ്ങൾ ഉറങ്ങുക. എല്ലാവരും ഗുഡ് നൈറ്റ്. സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങുക. ഓക്കെ, പ്രാർത്ഥിച്ചിട്ട് ബലം പെടുക, ധൈര്യപ്പെടുക, കർത്താവിൽ ആശ്രയിക്കുക. ഡെയ്സി സിസ്റ്ററെ, പലരും ഡ്യൂട്ടി ഉള്ളവരാ സിസ്റ്ററെ, അതുകൊണ്ട് സൂമിൽ വരാനായിട്ട് പാവം. നാളെ ഇന്ന് സൂമിരുന്ന് നാളെ ഡ്യൂട്ടിക്ക് പോകണ്ടല്ലേ? ഓക്കെ, നമ്മുടെ റീജ സജീവ് പൊളിയാണല്ലോ. റീന മദ്രസ വിഷമുള്ള അണലിക്കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ അണലി വളർത്തൽ കേന്ദ്രമെന്ന്. മദ്രസയുടെ പേര് കൊള്ളാം, അണലി വളർത്തൽ കേന്ദ്രം. നല്ല പേരുകളായവന്മാർക്ക് പറ്റിയ പേരുകൾ.